محمد وعلى آله وصحبه أجمعين. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ولا تبعث الأموات من قبل بعثه ولم يكن من جيش مقاوم بعثه ومن قبل خلق الأصل طويلا ببحثه نام شرفا بالخلق من قبل بعثه وكم هتفت بالبعث جن وسبحان صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. ولا تبعث الأموات മരിച്ചവരെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കൂല. എത്ര വരെ? മിൻ ഖബലി ബഅസിഹി തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്ന് എണിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. അപ്പം എന്തായി? അവ്വല മൻ തൻഷഖു അൻഹുൽ അർളു എന്ന് പറഞ്ഞില്ല, ഭൂമിയിൽ നിന്ന് ആദ്യമായി എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. അത് തങ്ങളുടെ ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. ഇനി ചെറിയ വിഷയം കഴിഞ്ഞാഴ്ച പറഞ്ഞിട്ടുണ്ട്. വലം യകു മിൻ ജയ്ഷിൻ, ജയ്ഷ് എന്ന് പറഞ്ഞാൽ വലിയ സൈന്യത്തിനാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയ സൈന്യവും ഉണ്ടായിട്ടില്ല മുഖാവിമ ബഅസിഹി തങ്ങളയച്ച ചെറു സൈന്യത്തിനെ പിടിച്ചു നിൽക്കാൻ. മറ്റുള്ള ആളുകൾ അയക്കുന്ന വലിയ സൈന്യം ഉണ്ടാവും, അതിനെ നേരിടാനുണ്ട് തങ്ങളെ ചെറിയ ഭാഷ മതി. ചിലരുടെ സഹാബികളായിട്ട് അയക്കുന്ന ശരീരത്തുണ്ടല്ലോ. അപ്പം ജയ്ഷും ഭാഷയും തമ്മിൽ എന്താ വ്യത്യാസം? ഭാഷ എന്ന് പറഞ്ഞാൽ തങ്ങളെ അയക്കുന്ന ചെറിയ ചെറിയ സംഘം, വലിയൊരുക്കൊന്നും ഉണ്ടാവില്ല, ഒരു യാത്രാ സംഘം. അതിനാ ശരീരത്തിൽ നിന്ന് ജയ്ഷാകുമ്പം ബദറിലും ഓഹലിലൊക്കെ ഉണ്ടാക്കിയ പോലെ വലിയ സൈന്യം ഉണ്ടാവും. അപ്പൊ വലം യകും മിൻ ജയ്ഷിൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൈന്യവും ഉണ്ടായിട്ടില്ല മുഖാവിമ ബഅസിഹി തങ്ങളയച്ച ചെറു സൈന്യത്തിന് നേരിടാൻ. വമിൻ ഖബലി ഖൽഖിൽ അസ്ലി, അസ്ലാനാണ് ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ്, അങ്ങനെ പടക്കൽ തീനൻ, മണ്ണ് വെള്ളവും മണ്ണും ചേർത്താലതായി തീനായി. അപ്പൊ ഖുർആനിൽ എന്തുണ്ട്? വശത്ത് വെറും തുറാബ് പറഞ്ഞു. അപ്പൊ അത് ഹാലി മണ്ണ്. കുറച്ചോക്കുമ്പോൾ എന്താ പറയും? തീൻ എന്ന് പറയും. അപ്പൊ അതിൽ വെള്ളം ചേർത്ത് കുറച്ചോക്കുമ്പോൾ എന്തായി? സൽസാലൻ കൽ ഫഖാർ എന്ന് പറയും. അപ്പൊ എന്തായി? ചളിയായി. പിന്നെ അല്ല, ഹമ മുസ്ലിം ചളി മൂന്നാമത്താണ്. സൽസാലിൻ കൽ ഫഖാർ ഏതായി? ഉണങ്ങിയിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ട് ഉണക്കി എടുത്തല്ലോ, ചൂടക്കെല്ലാം വെക്കും പോലത്തെ. അപ്പോൾ 4 ഘട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം ബഹസ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കളിച്ചെടുക്കല് ആ മണ്ണിന. നമാ ഷറഫൻ, ഷറഫിന തങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമായൻ മൂന്നാണ് പേരുണ്ടായത്. ആ നമാ ഫിൽ ഖൽഖി പടപ്പുകളിൽ മിൻ ഖബലി ബഅസിഹി തങ്ങളെ റസൂലാക്കി ഈ ലോകത്തിലേക്ക് അയക്കുന്നില്ലേ, അതിൻ്റെ എത്രയോ മുമ്പ് തന്നെ സൃഷ്ടിപ്പിൽ എന്താക്കി ഷറഫിനെ ഉയർത്തിയിട്ടുണ്ട്. അവക്കം ഹതഫത്ത് ബിൽ ബഅസി തങ്ങളെ അയക്കൽ കൊണ്ട് എത്രമാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിന്നുകളും കുഹാനികളും. ജിന്നാരാന്ന്? ജിന്നുകൾ തന്നെ. അപ്പൊ അവർ പറയുന്ന തടി കാണൂല. കുഹാനാകുമ്പോൾ തടിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരെ കൊണ്ടാ പറയിക്കുക. ജിന്ന് പറഞ്ഞു കൊടുക്കും. അതിനെ പോറ്റാനും അതിനെ സേവ ചെയ്യാനൊക്കെ കുഹാനികൾ ഉണ്ടാവും. تبدل تبدل البنبن تبدل اسمه في العرش من كل جنبه
لآدم تاب الله في زلة به فلما بدت أعلام تهنئة به نعى الملك كسرى حمل آمنة به وشق له في ليلة الوضع إيوان صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. തബദ്ദസ്മുഹു തങ്ങളുടെ മഹത്തായ പേര് വെളിപ്പെട്ടിട്ട് ഇതില് ഫിൽ അർശിൽ മിൻ കുല്ലി ജംബിഹി അതിനെല്ലാ ഭാഗത്തും ഏത് ഭാഗത്ത് കണ്ണോടിച്ചാലും എന്നുണ്ടാവും തങ്ങളെ പേരുണ്ടാവും മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി. ലി ആദമ താബല്ലാഹു ഫീ സല്ലത്തിൻ ബിഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള ഒരു സല്ലത്തുണ്ടല്ലോ, അത് തുന്നുണ്ടാകുന്നുണ്ട്. അത് ഒരു കുറ്റകരമായിട്ട് പറയാനില്ല, ഞാൻ സല്ലത്ത് എന്ന് പറഞ്ഞത്. അതിൽ അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗബ നൽകി ബിഹി എന്നുള്ള തങ്ങളെ കൊണ്ട്. താബല്ലാഹു ലി ആദമ ഫീ സല്ലത്തിൻ ബിഹി തങ്ങൾ മുഖേന. അപ്പൊ എന്തായും തങ്ങളെ പേര് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്തു എന്നാ പറഞ്ഞു വന്നത്. وعن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما اقترف آدم الخطيئة ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ പിഴവ് വെച്ചില്ലോ, അത് ഇസ്മത്തിനെതിരാകുന്ന തരത്തിലുള്ള ഒരു കുറ്റമല്ല അത്. ഏതായാലും قال يا ربي أسألك بحق محمد صلى الله عليه وسلم അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇല്ലാ മാ ഗഫർത ലി എനിക്ക് പുറത്തു നിന്നിട്ടല്ലാതെ എന്നെ ഒഴിവാക്കല്ല എന്ന് പറഞ്ഞു. فقال الله سبحانه وتعالى يا آدم ആദം അലൈഹിസ്സലാമേ വകൈഫ അറഫ്ത മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലം അഖ്ലഖുഹു തങ്ങളുടെ തടി ഇപ്പൊ പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിഞ്ഞത്? ഖാല യാ റബ്ബി ലിഅന്നക ലമ്മാ ഖലഖതനി എന്നെ നീ പഠിച്ചല്ലോ, ബിയദിക്കാന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും വാസിത്തയില്ലാതെ ചെയ്യുന്നല്ല, അർത്ഥത്തിനല്ല. അതായത് അത്തന്നെ ചെറാഹി പറയുന്ന മിൻ ഗൈരി വാസിത്തത്തി ഉമ്മിൻ വ അബിൻ, ഉമ്മാന്റെയോ ഉപ്പാന്റെയോ വാസിത്ത ഇല്ലാതെ നീ എന്നെ സൃഷ്ടിച്ചു. പിന്നെ വനഫഖ്ത ഫിയ മിർ റൂഹിക് നിന്റെ റൂഹിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഷ്ടം മുറിച്ചു കൊടുക്കല്ല. ഐ മിനർ റൂഹിൽ മുബ്തദഅതി മിൻക. അപ്പൊ മിന്നെന്താണ് ഇബ്തിദാഇയ മിന്ന തബയീനാക്കിയാൽ ഇസ്ലാമിന് പുറത്തു പോകും. ഒരു കണ്ടം പൊടിച്ചിട്ട് അപ്പൊ മാരിഫത്തൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് തുടങ്ങിയ റൂഹ് അല്ല, റൂഹ് അങ്ങനെ തന്നെയാണ് റൂഹിന്റെ സ്ഥിതി. എന്നിട്ടോ അൽ മുഷറഫ അതായത് അൽ ബിൽ ഇലാഫത്തിലേക്ക് നിന്നിലേക്ക് ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് തശ്രീഫ് ചെയ്യപ്പെട്ട റൂഹ് എന്ന അർത്ഥം. ഓരോ സാധനം അള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ചേർത്ത് പറയും. അള്ളാഹിന്റെ പള്ളി, അള്ളാഹിന്റെ ബൈത്തുല്ലാഹി. അപ്പൊ ആ ഇലാഫത്ത് എന്ന തശ്രീഫിന് ഇലാഫത്താണ്. ഇതായിരിക്കട്ടെ, റഫഅതു റഅസി ഞാൻ എൻ്റെ തല ഉയർത്തി, ഫറഅയ്തു അലാ ഖവായിമിൽ അർശ് അർശിന്റെ എല്ലാ തൂണുകളിലും കണ്ട് മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കണ്ടു. ഫഅലിംതു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അന്നക ലം തുളിഫ് ഇസ്മിക നിന്റെ പേരുകൊള്ള നീ ചേർത്ത് വെക്കൂല, ഇല്ല അഹബ്ബൽ ഖൽഖി ഇലൈക നിന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖൽഖിന്റെ പേരല്ലാതെ ചേർത്ത് വെക്കൂല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫഖാല അല്ലാഹു തബാറക വതആല സദഖത യാ ആദം ആദമേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇന്നഹു ലാ അഹബ്ബുൽ ഖൽഖി ഇലയ്യ എന്നെക്കുള്ള ഏറ്റവും പ്രിയങ്കരനായ ഒരു അബ്ദാണ് ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം.
വൈദ് സഅൽതനി ബിഹഖ്ഖിഹി, ആ നബിയുടെ ഹക്ക് കൊണ്ട് നിങ്ങൾ ചോദിച്ച വസ്തുക്ക് ഫഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. വലൗല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖലഖതുക, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ സൃഷ്ടിക്കൂല. റവാഹുൽ ബൈഹഖി ഫി ദലായിലിഹി, ദലായിലുൻ നുബുവ്വത്ത് എന്നൊരു കിതാബ് ഉണ്ടായിരിക്കുക ബൈഹഖി, അവൻ 7 മുജല്ലദിൻ്റെ ഇവിടെയുള്ള കിതാബ് തന്നെ. അതിപ്പോൾ ഉമർ തങ്ങളെ തൊട്ട് റിവായത്താണ്. വറവ അബു ശൈഖി വൽ ഹാക്കിമു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫുഅൻ ഔഹല്ലാഹു ഇലാ ഈസ അലൈഹിസ്സലാം ആമിൻ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. വമർ ഉമ്മതക അൻ യുഅ്മിനൂ ബിഹി, നിങ്ങളുടെ ഉമ്മത്തിനോടും കൽപ്പിക്കണം തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്ന്. ഫലൗല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖലഖതു ആദമ വലൽ ജന്ന വലൻ നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നില്ല ആദമിനെയോ ജന്നത്തിനെയോ നാറിനെയോ ഒന്നും ഞാൻ സൃഷ്ടിക്കൂല. അതെ. വലഖദ് ഖലഖതുൽ അർശ അലൽ മായി ഫൽതറബ, വെള്ളത്തിൻ്റെ മേലായിക്കൊണ്ട് അർശിനെ സൃഷ്ടിച്ചപ്പോൾ ഫൽതറബ, അത് ഉറച്ചില്ല. ഫകതബതു അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്തെ ഞാൻ എഴുതിയപ്പോൾ ഫസകന, അതടങ്ങി. സഹഹുൽ ഹാക്കിം, ഹാക്കിം സഹിയാക്കി ഹദീസാണ്. ഹാക്കിം പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലെന്നാണ്. കുറേ റിവായത്തുകളുണ്ട്, നമ്മൾ എല്ലാം കൂടെ എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പം അതിനൊക്കത്തല്ലോ. അപ്പോൾ താബല്ലാഹു ലി ആദമ ഫീ സല്ലത്തിൻ ബിഹി എന്ന് പറഞ്ഞാൽ തങ്ങൾ മുഖേന തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ടൊരു അർത്ഥം. അല്ലെങ്കിൽ സല്ലത്തിൻ ബിഹി എന്ന് പറഞ്ഞാൽ ആദമിനുള്ള സല്ലത്ത് എന്ന് അങ്ങനെയും വെച്ച ആളുണ്ട്. മറ്റേതാന്ന് കുറേ വാദിഹും മദ്ഹിലും. ഫലമ്മ ബദത് അലാമു തഹ്നിഅത്തിൻ ബിഹി, തങ്ങളെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ആലാം അടയാളങ്ങൾ, അല്ല അതിൻ്റെ കൊടി അവർ അടയാളമെന്നില്ല, അത് വെളിപ്പെട്ടപ്പോൾ, ഇത് തങ്ങൾ വരുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൊണ്ടുള്ള കൊടി അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ മുൽക്ക കിസ്റാൻ്റെ മുൽക്കുണ്ടല്ലോ അതിനെന്തായി മരണ വാർത്ത അറിയിച്ചു. ഹംലു ആമിനത്തിൻ, ആമിന ബീബി ഗർഭം ചുമക്കൽ, ആരെക്കൊണ്ട്? ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആമിന ബീബി ഗർഭം ചുന്ന ആ വാർത്ത ഉണ്ടല്ലോ, അതാക്കി കിസ്റാക്ക് മരണം വെളിയാണത്. വശുക്കലഹു, ആ അവർക്ക് പൊട്ടി, ആർക്ക്? കിസ്റാക്ക്. ഫീ ലൈലത്തിൽ വദഇ, തങ്ങളെ പ്രസവിച്ച രാത്രി ഈവാനുൻ, അവൻ്റെ കൊട്ടാരം തകർന്നിട്ടുണ്ട്. വൻശക്ക ഈവാനു കിസ്റ, അത് വളരെ മഷൂറായ സംഭവമാണ്. അതായിരിക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അനാലാമത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, ഫാറൂഖ് തങ്ങൾ കാണാൻ പോയ സിയാറത്തിന് പോയ സമയത്ത് കണ്ടെന്ന് പറഞ്ഞു. പൊട്ടിയിട്ട് ഇങ്ങനെ വിണ്ടു നിൽക്കുന്നു. അതൊരു കാഴ്ച വസ്തുവായിട്ട് ഇപ്പം തന്നെ ഉണ്ട്. വർത്തജസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽത്തറബ, ഇളകി. വൻഷക്ക, പൊട്ടിക്കീറി. ഈവാനു കിസ്റ അനൂഷർവാൻ, അനൂഷർവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. അവിടെ ഭരിക്കുന്ന ആളെ പേരാണ്, ഒരു സ്ഥാനപ്പേരാണ് ഇത് കിസ്റ കൈസർ. വകാന മബനിയൻ ബിനാഅൻ ഫീ ഗായത്തിൽ ഇഹ്കാം, അങ്ങേയറ്റത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിത്തറയൊക്കെ പാകിയിട്ട് എടുത്ത ഒരു കെട്ടിടമായിരുന്നു. ബിഹൈസു ലാ തഅമലു ഫീഹിൽ ഫുഊസ്, അതിൽ വെടിയോ പിക്കാസുകളോ അടിച്ചു താർക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ കെട്ടുറപ്പോടുകൂടി ഉണ്ടാക്കിയതാണ്. കാരണം ഇത് അതിൻ്റെ ഒരു ഇതാണ്, പണിത്തരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്. പിന്നെ സൗത്തുൻ ഹായിലുൻ ലിശക്തിഹി, അത് പൊട്ടുന്ന അവസരത്തിൽ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട് ഭയങ്കരമായ ഒരു ശബ്ദം. വസഖത മിൻ അർബഅ ശുറാഫ,
അതിലുള്ള 14 ഗോപുരങ്ങൾ അടർന്നു വീണ്. അത് രാജാക്കന്മാരെ ഓരോ പ്രതീകങ്ങളാണ്. വലൈസദാലിക്ക ഇങ്ങനെ പൊട്ടിയത് ലി ഖലലി ഫി ബിനാഇഹി അതിൻ്റെ പണിത്തരത്തിൽ ഖലലുള്ളത് കൊണ്ടല്ല. അങ്ങനെ ആവൂല എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വൈന്നമാ അറാദല്ലാഹു അൻ യകൂന ദാലിക ആയത്തൻ ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു ആയത്തായിക്കൊണ്ട് ആവാനാണ് അല്ലാഹു തആലയുടെ ഉദ്ദേശം. ബാഖിയത്തന അലാ വജ്ഹിൽ അർദ് അത് ഭൂമുഖത്ത് എന്നെന്നും ബാക്കിയായിരിക്കുകയും വേണം. അന്നർ റഷീദ അറാദ ഹദമൽ ഈവാൻ ഹാറൂർ റഷീദ് ഭരണം നടക്കുന്ന കാലമുണ്ടല്ലോ, അത് പൊളിച്ചേക്കാന്ന് വിചാരിച്ചു. ഫഖാല ലഹു വസീറുഹു യഹ്യ ബിൻ ഖാലിദുൽ ബർഖമി മൂപ്പറ മന്ത്രിയാണ് ആര്? യഹ്യ ബിൻ ഖാലിദുൽ ബർഖമി പറഞ്ഞ് യാ അമീറുൽ മുഅ്മിനീനെ ലാ തഹദിം ബിനാഅൻ ആ ബിനാ പൊളിക്കണ്ട. ഹുവ ആയത്തുൽ ഇസ്ലാം അത് ഇസ്ലാമിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അതെല്ലാവരും കാണാൻ മാത്രം അങ്ങനെ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അത് മുസ്ലിമാൻ പറഞ്ഞല്ലോ, അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതാ وتداعى إيمان كسرى ولولا عجة منك ما تداعى البناء കിസ്റാന്റെ കൊട്ടാരം അങ്ങ് തകർന്നു. വലൗല ആയത്തും മിൻക് തങ്ങളുടെ വക്കൽ നിന്ന് പ്രകടമാകുന്ന ദൃഷ്ടാന്തം ഇല്ലെങ്കിൽ മാ തദാഅൽ ബിനാ ആ കെട്ടിടം തകരേണ്ടതില്ല. അത്രയും കെട്ടുറപ്പുള്ള സാധനമാണ്. അപ്പം അത് അത്രയും പ്രസിദ്ധമായ സംഭവങ്ങളാണ്. അപ്പം അത് മനസ്സിലായില്ലേ? ഇനി വകം മിൻ നജീബിൻ من سقم وضعه لدى حمله والوضع ثم لرضعه فقد جاء مسرورا ومعذور بضعه نقلنا من الأخبار بأن لوضعه أضاءت له بالنور ببصرى وكنعان صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات വകം മിൻ അജീബിൻ എത്ര അജീബായ സംഭവങ്ങളുണ്ടെന്നറിയോ? അതിനെ മൂപ്പർ ഉപമിക്കുകയെന്ന് സഹ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടുണ്ടല്ലോ അജീബായ സംഗതിയുടെ അത് ആരോഗ്യമായിട്ടുണ്ട്, സഹിയായിട്ടുണ്ട്. എന്തിനകത്തിട്ട് മീൻ സുഖമി വലഹി അത് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറയുന്ന രോഗത്തിൽ നിന്നുണ്ടായി ആരോഗ്യം പ്രാപിച്ച റിവായത്തുകളാണ്. അതെ, മുഴുവല്ല. അപ്പോൾ എന്തായി ഹദീസിന് വലഹ് എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കലുണ്ട്, തെളിവില്ലാതെ കണ്ട് കെട്ടിയുണ്ടാക്കലുണ്ടല്ലോ, അത് ഒരു രോഗമായി തശ്ബീഹാക്കി, ഒരു ശരീരത്തിനെ ബാധിക്കുന്ന രോഗമാക്കിയിട്ട് എന്താക്കി തശ്ബീഹാക്കി. അതിന് സുഖം എന്ന് പേര് പറഞ്ഞു. ആ സുഖം എന്നുള്ള മുശബ്ബഹ് ബിഹിയാണ്, സുഖമിനോടല്ലേ തശ്ബീഹാക്കിയത്, അതെന്താക്കി മുശബ്ബഹിലേക്ക് ഇളാഫത്താക്കി. അപ്പം വല് ആകുന്ന രോഗത്തിനെ തൊട്ട് എന്നിട്ടോ അതിന് രോഗം പിടിക്കലും മാറലും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് സഹാനിടെ പ്രയോഗിച്ചത്. ആരോഗ്യവത്തായി, ആരോഗ്യം പ്രാപിച്ചു. അതിനെന്താ പറയല്? ഒന്നിന് മുശബ്ബഹ് എന്ന് പറയും, മറ്റേ മുശബ്ബഹ് ബിഹി എന്ന് പറയും, മറ്റ് തർശീഹ് എന്ന് പറയും. അതായത് സുഖം എന്നുള്ള മുശബ്ബഹ് ബിഹിക്കുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ഇവിടെ പുറം പറയാം. തലാൽ ബദുറു, ഇവിടെ ബദർ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദറിനോട് തശ്ബീഹാക്കി. ബദറിനുള്ളൊരു പ്രത്യേകതയാണ് ഉദിക്കല് അസ്തമിക്കല് എന്നുള്ളത്. അതിനെന്താ പറയുക? തർശീഹ്. അപ്പൊ സഹ എന്നുള്ളത് തർശീഹാണ്. അപ്പൊ ഹദീസ്, അത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മൗദൂ ആകുന്ന രോഗങ്ങളെ തൊട്ടെന്തായി സഹിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ അജായിബുണ്ട്. ലദാ ഹംലിഹി തങ്ങളെ ഹംദിന്റെ അവസരത്തിലും പ്രസവത്തിന്റെ അവസരത്തിലും സുമ്മറിലഹി മലയൂട്ടുന്ന അവസരത്തിലും. അപ്പൊ കുട്ടിക്കാലത്തെല്ലാം 3 രംഗം വന്നു. ഫഖദ് ജാഅ മസ്റൂറൻ
പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടവരായിട്ടാണ് തങ്ങൾ ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമഅബൂറ ബുലഇഹി എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ട്. ബുല എന്ന് പറഞ്ഞാൽ അവരത്തിൻ്റെ ഭാഗത്തിന് പറയും അത്. അപ്പം വലദത്തുഹു മഖ്തൂലൻ എന്ന് പറഞ്ഞില്ലേ, കുഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്നദു. മുസ്നദീനായിരിക്കും ഉണ്ടാകല്, ബൈത്തന്നെ കൊണ്ട് എന്താക്കും മുസ്നദു എന്ന് പറയും. അവിടെയും പറഞ്ഞല്ല, ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹ്, സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അങ്ങനെ. അല്ല അപ്പോൾ ഹലീമ ബീബി പറഞ്ഞില്ലേ, വരുമ്പോൾ ഒട്ടകത്തിനും മറ്റൊന്നും നടക്കാൻ തീരെ കഴിയാത്തതുകൊണ്ട് വളരെ ബേക്കിലായിട്ടാണ് എത്രയോ കിലോമീറ്റർ തായ്ഫിൻ്റെ അപ്പുറമല്ലേ ഇത്, അവിടുന്ന് നടന്നു പോകുന്നില്ലേ. ഇപ്പം തന്നെ 200 ചില്ലാനും കിലോമീറ്റർ ഉണ്ടാവും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ നേരത്തെ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പം വന്നവളെല്ലാം മടങ്ങിപ്പോയി, ആരും ചെയ്യിക്കാൻ തയ്യാറില്ല. ഹലീമ ബീബിക്ക് ഒന്നും കിട്ടാതപ്പോൾ എന്നാൽ ഹലീമ ബീബിയും മടക്കിയെന്ന് ഇവർ ശരീരം കണ്ടാൽ തന്നെ പാലില്ല, പിന്നെ കുഞ്ഞിക്ക് കൊടുക്കാൻ പാല്. അതുകൊണ്ട് ഹലീമ ബീബിനെയും കൊടുത്തില്ല. അപ്പോൾ 2 വിധത്തിൽ ഓരോരുത്തർ ഉപേക്ഷിക്കപ്പെട്ടു. തങ്ങൾക്ക് ഉപ്പയില്ല എന്നോട്ട് ഉപേക്ഷിച്ചു, ഹലീമ ബീബിക്ക് പാലില്ല എന്നോട്ട് ഉപേക്ഷിച്ചു. ഏതായാലും ഹലീമ ബീബി തീരുമാനിച്ചെന്താണ്, ആ കുഞ്ഞിനെ എനിക്ക് എടുക്കണം, അതിൽ ബർക്കത്തുണ്ട്. അങ്ങനെയാണല്ലോ വന്നത്. അതാ കാലത്ത് ഹലീമത്തു റളിയല്ലാഹു അൻഹ സുമ്മ അഅതൈതുഹു സദിയൽ ഐമൻ, ഞാൻ വലത്തെ മുല തങ്ങൾക്ക് കൊടുത്തു. ഫഅഖ്ബല അലൈഹി, അതാ അങ്ങനെ അതിലേക്ക് മുന്നിട്ട് ബിമാ ശാഅ മിൻ ലബൻ, എത്ര പാല് വേണമോ അത്ര പാലോട് കൂടിയിട്ട് മുന്നിട്ട്. സുമ്മ ഹവ്വൽതുഹു ഇലൽ ഐസർ, ഇടഭാഗത്തേക്ക് തെറ്റിച്ചപ്പോൾ ഫാബ, ഇടഭാഗത്തെ മുല കുടിച്ചില്ല. വക്കാനത്തിൽക്ക് ഹാലുഹു ബഅദു, അങ്ങനെ മുല കുടിക്കുന്ന കാലം മുഴുവനും അതേ അവസ്ഥയായിരുന്നു. നമ്മളെ മുഹമ്മദിയിൽ പറഞ്ഞില്ലേ, പാലിയിലും മുലകൂറ് തിരിത്തവരോ പാതിക്കീറി മതി മുറി ചേർത്തവരോ. മതി എന്ന് പറഞ്ഞാൽ ഇതാണ് ചന്ദ്രൻ. അപ്പൊ പാതി കയറി പിന്നെ മുടി കൂട്ടി, അവ 2 മൈസൂരത്തെ കാണിച്ചാണ്. പാലിലും മുലകൂറ്, പിന്നെന്താണ് വേലയിൽ, എന്താണ് പാദം വേലയിൽ കേണ മുഹമ്മദിന കണ്ട് കണ്ണ് കൊളുപ്പതുമേതൊരു നാൾ. കാല് കാലെന്നെ പാദം. വേലയിൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അവസരം അല്ലാഹു തആലക്ക് ചെയ്യുന്ന ഖിദ്മത്ത് വേലയിൽ. കേണ മുഹമ്മദിനെ കാലെന്താക്കി അവലാതി പറഞ്ഞു, അവരെ എപ്പോഴാണ് ഞാൻ കാണാൻ പോവുക എന്നാണ് മുപ്പറ് പാടുന്നത്. ഓരോ മജ്ലിസിനകത്ത് ഇങ്ങനെ എണ്ണോ. ആ നൂൽമതി എൻ്റെ മിഞ്ഞാന്ന് മതിയ അതിലുണ്ടല്ല മഹമൂദ് മാലയിൽ. ആ അതാ ഖാലൽ ഉലമാ അഹ്ലുൽ ഇൽമി അൽഹമഹുല്ലാഹു തആല അന്ന ശരീകൻ, ഞാൻ സ്വന്തം കുടിക്കേണ്ട പാലല്ല ഇത്, എനിക്ക് ഒരു കുട്ടി എൻ്റെ കൂടെ ശരീക്കുണ്ട് എന്ന് അല്ലാഹു തആല വഹിയറി ഇൽഹാമാക്കിയിട്ട് ഫഅദല, അവിടെ നീതി പുലർത്തുകയാണ് ചെയ്തത് എന്നാണ് കേട്ടോ. കാലത്ത് വശരിബ അഖൂഹു മഅഹു ഹത്താ റവിയ, കൂടെയുള്ള ശരീക്കുണ്ടല്ലോ മലൂടിയില്ലേ, ആ കുട്ടി കുടിച്ചോ ദാഹം തീരുന്നത് വരെ. സുമ്മനാമ, പിന്നെ ഉറങ്ങി. വമാ കുന്നാ നനാമു മഅഹു ഖബല ദാലിക, അതിൻ്റെ മുമ്പ് കുട്ടി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും ഉറങ്ങാറില്ല. ലിഅദമി നൗമിഹി മിനൽ ജുഅ, വിശപ്പിനാലാണ് കുട്ടി കരയുമ്പോൾ കുട്ടി ഉറങ്ങാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയൂലല്ലോ. വഖാമ സൗജി ഇലാ ശാരിഫിനാ വഹിയ ഹാഫിലുൻ, അതാ ഞങ്ങൾ ആടുകളുടെ നോക്കിയ അവസരത്തിൽ അതാ അതും അകിട് വീർത്തിട്ടുണ്ട്. മുംതലിഅത്തുൽ റഇ, അകിട് നിറഞ്ഞിട്ടുണ്ട്. മിനൽ ലബൻ, പാലിനാൽ. ഫഹലബ മിൻഹാ മാ ശരിബ വശരിബതു ഹത്തൻതഹൈന റയ്യൻ വശിബഅൻ, ആ പാല് കറന്നെടുത്തിട്ട് ഞങ്ങളും കുടിച്ചു, ഭർത്താവും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വിശപ്പും ദാഹവും മാറിയവരായിക്കൊണ്ടാണ് കിടിഞ്ഞുകൂടിയത്. വബിത്നാ ബിഖൈരി ലൈലത്തിൻ, ഏറ്റവും നല്ല ഒരു രാത്രിയായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. ഒരേ മൈസൂർ തന്നിട്ടുണ്ട്. അപ്പം
തൽക്കാലം ഉള്ളതിനെ കൊണ്ട് മതിയാക്കാം. ഇനി അത് എടുക്കാൻ കഴിയോ? കട്ട വെക്കാൻ വിട്ടു. നക്കൽന എന്ന് വായിക്കണേ. അതപ്പോ ഒരു نقلنا من الأخبار بأن لوضعه أضاءت له بالنور بسرى وكنعان صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. നഖൽനാ മിനൽ അഖ്ബാർ, അഖ്ബാറിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത്? അന്നലിവലഹി, തങ്ങളെ പ്രസവത്തിൻ്റെ അവസരത്തിൽ. അതാ അടബി വലഹി എന്നൊരു റിവായത്തുണ്ട്. ലാമായാലും ബാഗായാലും അർത്ഥം ഒന്ന് തന്നെ. അല്ലാഅത്തിലഹു, തങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രകാശിച്ചു. ഇത് ബിന്നൂർ, നൂറ് കൊണ്ട് പ്രകാശിച്ചു. ബുസ്റാവക്കൻ ആനു, നൂറും അള്ളാഹും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും പ്രകാശം തന്നെ. പക്ഷെ നൂറ് അത്ര എന്താവില്ല, ശക്തി കൂടൂല. അത് വ്യാപിച്ച് മറ്റു പലതും കാണാവുന്ന രീതിയിലേക്ക് അങ്ങ് എന്താക്കും? അതിന് ശക്തി കൂടിയാൽ ഇല്ലാത്തുന്നൂർ. ബഹുവലല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറ. അതന്നെ പറഞ്ഞില്ലേ, ശംസിനെ ലിയാ ആക്കി. കാരണം ശംസം കുതിച്ചാൽ പിന്നെ അവ്യക്തമായ സാധനം ഇല്ലല്ലോ. കമറിനെ ആക്കിയത് നൂറാക്കി. അതെ, അപ്പം കമറിന് നമുക്ക് സൂര്യനെ അപേക്ഷിച്ച് കമറിന്റെ പ്രകാശം കുറവല്ലേ. അപ്പൊ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറ. അപ്പോൾ ഒരു നൂറ് കണ്ട് ആ നൂറ് കാരണത്താൽ എന്തായി? ബുസ്റയും കൻആനും. ബുസ്റ എന്ന് പറഞ്ഞാൽ ഷാമിലുള്ള ഒരു നാട്, അതൊക്കെ തെളിഞ്ഞ് കാണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ മങ്കൂസിലില്ലേ, അല്ലാഹുവിലെ ഖുസൂർ ബുസ്റ മിൻ അർളി ശാം. എന്താ റവൽ ഹാക്കിമു ബിഇസ്നാദിൻ സഹീഹിൻ, ഹാക്കിം അവർ റിപ്പോർട്ട് ചെയ്തു, സഹീഹായ ഇസ്നാദാണ്. അന്ന അസ്ഹാബ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ അസ്ഹാബിമാര് ഖാലൂ ലഹു, തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനാ അൻ നഫ്സിക്, അല്ലാഹുവിൻ്റെ റസൂലെ തങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരണം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിമ, എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബത്തിന് ദ്വാരുന്നില്ലേ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ എന്ന് പറഞ്ഞ ആ ദുആയിൽ പറഞ്ഞ റസൂൽ ഞാനാണ്. പിന്നെ വബുശ്റാ അഖീ ഈസ, എൻ്റെ സഹോദരനാണ് ഈസ. അവരെന്താക്കി? ഞങ്ങളോട് പറഞ്ഞു, മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന റസൂല് എനിക്ക് ശേഷം വരുന്നു എന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത പറഞ്ഞ റസൂൽ ആരാണ്? അതും ഞാനാകുന്നു. വറഅത്ത് ഉമ്മി, എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട്, ഹീന ഹമലത് ബി, എന്നെ ഗർഭം ചുമന്ന അവസരത്തിൽ, കഅന്നഹു ഖറജ മിൻഹാ നൂറുൻ, ആമിന ബീബിയിൽ നിന്ന് ഒരു നൂറ് പുറത്തു പോകുന്നു എന്ന്. അല്ലാഅത്ത് ലഹു ഖുസൂർ ബുസ്റാ മിൻ അർളി ശാം, ആ നൂറിന് വേണ്ടി ബുസ്റാന്റെ ഖുസൂറുകൾ എന്തായി? തെളിഞ്ഞു കാണപ്പെട്ടു എന്ന് പറഞ്ഞു. വസ്തഹായിലൻ അൻഹാ റഅത്ത് ദാലിക ഇൻദൽ വിലാദ, പ്രസവിക്കുന്ന അവസരത്തിലും കണ്ടിട്ടുണ്ട് എന്ന് മറ്റൊരു സഹീഹുണ്ട്. അപ്പം ഗർഭം ഉള്ള അവസരത്തിലും പ്രസവിക്കുമ്പോഴും അതല്ലേ. ഖീല ഇന്നല്ലദീ ഇൻദൽ ഹംലി കാന മനാമൻ, ഹംലിന്റെ നേരത്ത് കണ്ടത് മനാമായിരുന്നു. വല്ലദീ ഇൻദൽ വിലാദതി കാന യഖ്നതൻ, വിലാദത്തിന്റെ നേരത്ത് കണ്ടത് ഉണർച്ചയിൽ തന്നെയായിരുന്നു. അടാ, അതാണ് പറഞ്ഞത്. എന്നെ فيا حسنه فيا حسنه حالا صيبا في ذراعه وعن ربه ما في دون لم يلاهيه
للختن خلقي له فينا زاهيه نعم جاء مختونا ختان إلهه لكي لا يراه حين يختن إنسان صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. فجاء حسنه തങ്ങളുടെ ഭംഗി എത്രമാത്രമുണ്ട് എന്നാണ്. അല്ല അസുരം കണ്ടാൽ ഫജാന്റെ മുനാദ ഉണ്ടല്ല, എൻ്റെ ജനങ്ങളെ എന്നുണ്ടാകും. ഞാൻ അജബ എന്ന് പറയും പോലെ ആ മുനാദ ജനങ്ങൾ വെച്ചിട്ട് ജനങ്ങളെ ഹുസ്നഹു തങ്ങളുടെ ഹുസ്നിൻ്റെ ഭംഗി ആ ഭംഗിയെ ഞാൻ എന്താക്കുന്ന വർണ്ണിക്കുന്നു എന്നായി. അപ്പോൾ ഒരു താജ്ജിബിൻ്റെ വാക്കാണത്. ഫജാ ഹുസ്നഹു എന്തൊരു ഭംഗിയാണ്. ഹാലസ്ബ കുട്ടിക്കാലത്ത് എന്തിന് ഫീ ദിലാഹിഹി ദിലാഹ് എന്ന് പറഞ്ഞാൽ ദഹാബുൽ അഖലി മിനൽ ഹവാ എന്നാണ്. മഹബത്ത് കാരണത്താൽ അതിലെങ്കിൽ ലയിച്ചിട്ട് മഹബൂബിൽ ലയിച്ചിട്ട് ബുദ്ധിയുടെ അമ്പരപ്പുണ്ടാകലാണ്. അപ്പോൾ തങ്ങളെ നോക്കുന്ന അവസരത്തിൽ എന്താകും യുക്കാലു ദല്ലഹുൽ ഹുബ്ബു എന്ന് പറയും. അതിനറ്റ സ്നേഹം അയാളെ മതിമറപ്പിച്ച് കളഞ്ഞു. അപ്പം തങ്ങളെ കാണുന്ന അവസരത്തിലുണ്ടാകുന്ന ആ ഭംഗിയിൽ മതിമറന്നു പോകുന്ന വിഷയത്തിൽ ഇനിയോ വാൻ റബ്ബിഹി റബ്ബിനെ തൊട്ട് ലം യുലാഹിഹി തങ്ങളെ ലഹുവിലാക്കിയിട്ടില്ല. ലം യുലാഹിഹി അൻ റബ്ബിഹി റബ്ബിനെ തൊട്ടിട്ട് തങ്ങളെ എന്താക്കിയില്ല ലഹുവ്. എന്തിനെ മാ ഫിദ്ദുന ദുനിയാവിലുള്ള ഒരു വസ്തുക്കളും ലം യുലാഹിഹി മാ ഫിദ്ദുന ദുനിയാവിലുള്ള ഒന്നും തങ്ങളെന്താക്കിയിട്ടില്ല മതിമറപ്പിച്ചിട്ടില്ല റബ്ബിനെ തൊട്ട്. അതെ അതെ അൽഹായുൽഹി. ഇനി പറയുന്നത് ഹലിൽ ഖത്നു ഖിൽഖിയ്യൻ ആ ഖിതാൻ ചെയ്യപ്പെട്ടത് ഖിൽഖിയാണോ പടക്കം ബന്ധൻ അങ്ങനെയാണോ എല്ലാവരും ആ ഖിതാൻ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആര്? അത് മുമ്പ് ചോദിക്കുന്നത്. ഖിൽഖി എന്ന് പറഞ്ഞാൽ ഖിതാൻ അങ്ങനെ തന്നെ പടച്ചത്. മറ്റേതോ ആരെങ്കിലും ഖിതാൻ ചെയ്തത്. അതാ ലഹു ഫീ നസാഹിഹി തങ്ങളെ എല്ലാ മാലിന്യങ്ങളത്തും ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ പടക്കുമ്പോൾ തന്നെ ആ ഖിതാൻ ചെയ്തപ്പെട്ട പടച്ചതാണോ? കാരണം ഇത് നജാസത്ത് കെട്ടിക്കിടക്കാതിരിക്കാനാണല്ലോ അത് വൃത്തിയാക്കുന്നത്. അവിടെ മൂപ്പറ ഉത്തരം പറയുന്നത് നഅം ജാഅ മഖ്തൂനൻ ഖിതാന ഇലാഹിഹി ഇലാഹിന്റെ ഖിതാൻ ചെയ്യപ്പെട്ട ജാഅ മഖ്തൂനൻ ഖിതാന മഖ്തൂനന്റെ മഫ്ഊല് മുത്ലഖ് എന്ന് പറയും. മഖ്തൂനൻ ഖിതാന ഇലാഹി ഇലാഹിന്റെ ഖിതാൻ ആക്കപ്പെട്ട രീതിയിൽ മഖ്തൂനായിട്ടാണ് വന്നത്. അതെന്തിനാ? ലികൈ ലാ യറാഹു ഇൻസാനുൻ അതിനെ കാണാതിരിക്കാൻ വേണ്ടി ഒരു ഇൻസാനും ഹീന യുഖ്തനു ഖതൻ ചെയ്യുമ്പോൾ അത് കാണേണ്ടി വരുമല്ലോ. കാണാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ആ രൂപത്തിലാണ് ആക്കിയതെന്നാണ്. അതോ വലദത്തുഹു മഖ്തൂലൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്ലിം. ഇനി വവുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തൂനൻ മഖ്തൂനായിട്ട് ജനിച്ചു. അപ്പം മഖ്തൂൻ ഖിതാൻ ചെയ്യപ്പെട്ടവരല്ലേ, അപ്പൊ ചെയ്യണ്ടേ? അപ്പം അല സൂറത്തിൽ മഖ്തൂൻ മഖ്തൂനിന്റെ സൂറത്തായിരുന്നു എന്ന് ചെയ്തതായിരുന്നില്ല. മക്ഹൂലൻ കണ്ണിൽ സുർമയിടപ്പെട്ടവരായിട്ടും നളീഫൻ എല്ലാം വൃത്തിയായിട്ട് മാ ബിഹി ഖദറുൻ ഒരു തരത്തിലുള്ള ഖദറുമില്ല. അത് മനസ്സിലായില്ലേ? വഫിർ റുസുലി മഖ്തൂനുൻ ലഅംറുക ഖിൽഖതൻ ثمانٍ وتسع طيبون أكارم. ചിലർ ബൈത്താക്കിയതാണ്. മുർസലീങ്ങളിൽ മഖ്തൂനായ ആളുകളുണ്ട്. എങ്ങനെ മഖ്തൂന്? ഖിൽഖതൻ ജനിക്കുമ്പോൾ തന്നെ മഖ്തൂനായ ആളുകൾ മുർസലീങ്ങളെ കൂട്ടത്തിൽ കുറേ ആളുണ്ട്. ലഅംറുക തീർച്ചയായും സമാനുൻ വതിസ്ഉൻ എത്രയായി? 8 9 17. സമാൻ എന്ന് പറഞ്ഞ 8, തിസ് എന്ന് പറഞ്ഞാൽ 9, 8 1 9 17. തയ്യിബൂന അക്കാരിമു അക്രം അക്കാരിം അതിൻ്റെ ജമ്മ
ആരെല്ലാം വഹും സക്കരിയ ഷീസുൻ ഇദ്രീസു യൂസുഫു നാലായി വഹൻലത്തുൻ ഈസ വ മൂസ വ ആദമു. അപ്പോൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വരി സമാനിൻ എന്ന് പറയുന്നത് എട്ടല്ലോ. ഇനി എത്ര വേണം? 9 വേണം അല്ലേ? വനൂഹുൻ ശുഐബുൻ സാമുൻ ലൂത്തും വസാലിഹു 5, സുലൈമാനു യഹ്യ ഹൂദുൻ യാസീനു ഖാതം. അവസാനത്തിൽ യാസീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ടാമത്തെ വരി എന്തായി? 9 പറഞ്ഞു. 17 ഇല്ലേ? ഹൻലത്ത് അത് നബിയുടെ പേര്. 313 മുർസലാന്ന് പറഞ്ഞത്. 313 മുർസലായ പേരിൽ ഒരാളാണ് ഹൻലത്ത്. സഹാബികളുടെ കൂട്ടത്തിലും ഹൻലത്തുണ്ട്. സാമ് ആദം അലൈഹിസ്സലാം നൂഹ് അലൈഹിസ്സലാമിന്റെ മോനല്ലേ സാമ്. ഇനി ഹലീമത്തു بالإرضاع أبدت غرائبا شويهاتها الأجلاف عدنا حلائبا وعجفانها سارت وخلت نجائبا نسخنا له في المعجزات عجائبا يسير بها بين الخلائق ركبان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഹലീമത്ത് ബീബി റളിയല്ലാഹു അൻഹാ സഹാബിയായിനല്ലോ. അബ്ദത്ത് ഖറായിബ അത്ഭുതകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബിൽ ഇർളാഇ മുല കൊടുക്കൽ കൊണ്ട്. അത് കുറേ സംഭവം അത് ചിലപ്പം ആവർത്തനാവാം, അല്ലെങ്കിൽ മാതത്തെ പറഞ്ഞത് കുറച്ച് പറഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ പറഞ്ഞു. എന്താണ്? ശുവൈഹാതുഹ അവരുടെ ചെറിയ ആടുകൾ. ഷാത്ത് എന്ന ആട് അതിൻ്റെ തസ്ഗീറാക്കിയിട്ട് ശുവൈഹ. അജ്ലാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലില്ലാത്തത്. പാല് പറ്റിയ ആടുകൾ ഹലായിബ അത് പാലുള്ളതായിട്ട് മടങ്ങി വന്നിരിക്കുന്നു. അപ്പൊ ആദക്കുന്നുണ്ട് മടങ്ങി വന്നു എന്ന് എല്ലാത്തിനും അർത്ഥം ഉണ്ടാവില്ല. ആയിന്ന് അർത്ഥമുണ്ട്. ഇവിടെ നമ്മ ഷിഫായിൽ ഓതുമ്പം കണ്ടിട്ടുണ്ട്. എന്താ അംബിയാ മുർസലീങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ശിർക്ക് വന്നിട്ടില്ല. തൗഹീദ് അതാണ് മാരിഫത്ത് തന്നെയാണ്. അപ്പൊ ചിലർ പറഞ്ഞ പോലെ എന്തെന്ന് അവര് ആദ്യമാക്കിയിട്ട് പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ്. അതിന് ഖാദിയാൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്ത എന്താണ്? അതിന് മറ്റോ തെളി പിടിച്ചത് അന്നഊദ ഇലൈഹാ. നിങ്ങൾ എന്താക്കണോ? ഒന്നിക്ക് നാട്ടിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ നമ്മൾ ഫീ മില്ലത്തിനാ. അപ്പം അല്ലാഹു തആല അതിൽ രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് മടങ്ങൽ. നമ്മൾ അള്ളാഹിനെ തൊട്ട് കാവലിനെ തേടുന്നു എന്ന് പറയുമ്പോൾ ഒരു മടങ്ങൽ എന്ന് പറയുമെന്നുണ്ട്. ആദ്യം ഇതിൽ പെട്ടവരായിരുന്നു എന്ന് വന്നില്ലേന്ന് ചിലർ വളച്ചു പിടിച്ചു. അതിനാതൊക്കെ മടങ്ങി വന്നു എന്ന് അർത്ഥമില്ല. മൂപ്പറിന് ഉദിന എന്താന്ന് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഉദിന അതെന്താണ് മൂപ്പറ് ബൈത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞെന്താ? നമ്മൾ കുടിച്ച വെള്ളം ഉദിന അവിടെ എന്തായി? അത് മൂത്രമായി മാറിയില്ലേന്ന്. അപ്പൊ ആദ്യം കുടിക്കുമ്പോൾ മൂത്രമായിരുന്നു എന്നാണ് മൂപ്പർ ചോദിച്ചത്. കുടിച്ച വെള്ളം മൂത്രമായി സാറാ ആയിന്നേ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ തരം പറഞ്ഞു എന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ഇസ്ലാമായതിനു ശേഷം നിങ്ങളെ മില്ലത്തിൽ വന്നിട്ട് തരം അറിയാൻ നമ്മൾ തയ്യാറില്ല എന്നാ പറഞ്ഞത്. അല്ലാണ്ട് ആദ്യം നമ്മൾ ആരായിരുന്നില്ല, കാഫറായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഓദിന അതേ അർത്ഥം വെച്ചോക്ക്. ഓദിന ഹലായിബ അത് പാലുള്ളതായി ആയി തീർന്നു എന്നവിടെ അർത്ഥം. ഹലായിബ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് മെലിഞ്ഞ് ഒന്നിനും കയ്യാണ്ടിക്കുന്നുണ്ടല്ലോ. നേരത്തെ പാല് വെച്ചതാണ് ഉടനെ ഹലായിബ. ഇതോ നടക്കാൻ കഴിയുന്നില്ല. അപ്പം സാറത്ത് അതങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങി. വഹല്ലത്ത് നജായിബ നല്ല മേത്തരം ഓടുന്ന നജായിബ് ഉണ്ടല്ലോ, അതിനെല്ലാം മറികടന്ന് കളഞ്ഞു. അത് നേരത്തെ കയറിയ ഒട്ടകം അല്ലേ എന്ന് വരെ തോന്നിപ്പോയി എന്നാ പറഞ്ഞത്.
അതെ, സാറൗദിന ഒരേ മാനാക്ക്. കണ്ടോ? വറക്കിബത്തു അത്താനി, എൻ്റെ കഴുതപ്പുറത്ത് ഞാൻ യാത്ര ചെയ്ത് വഹമൽതുഹു മഈ അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മേലെ ഞാൻ ചുമന്ന്. ഫവല്ലാഹി അന്നഹാ ഖതഅത് ബിർറക്ബി, ഈ യാത്രാ സംഘവുമായിട്ട് അത് മുറിച്ചു കടന്നത് മാ യഖ്ദിറു അലാ മുറാഫഖതിഹാ ശൈഉൻ, അതിനോട് കടപിടിക്കാൻ, അതിനോടൊപ്പം യാത്ര ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. മിൻ ഹുമരിഹിം, മറ്റുള്ളവരുടെ കഴുതയുടെ കൂട്ടത്തിൽ നിന്ന് യാത്ര ചെയ്തിട്ടിനൊപ്പം എത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ഹത്ത അന്ന സവാഹിബി, എൻ്റെ കൂട്ടുകാരായ പെണ്ണുങ്ങന്മാർ പറയുന്നു, എന്താണ്, ലില്ലി യാ ബിൻത അബീ ലുഐബിൻ, നീ സ്പീഡാക്കണ്ട, നീ സ്പീഡ് കുറക്ക്. വൈഹക ഇർബഇ അലൈനാ, സ്പീഡ് കുറച്ചിട്ട് കുറച്ച് സമാധാനം കാട്ട്. എതിഫി അലൈന ബിർരിഫ്ഖി വഅദമി ശിദ്ദത്തി അലൈസത് ഹാദിഹി അതാനുകില്ലതി കുൻതി അലൈഹ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ കയറിയ ആ അതാനല്ലേ ഇത്? കണ്ടോ? തഖ്ഫിദുക തൗറൻ തർഫഉകി തൗറൻ വതഖ്ഫിദുക തൗറൻ ആഖർ, അതിന് ചാട്ടം കാരണത്താൽ എന്താകുന്നു, നിന്നെ പൊക്കുന്ന, ഇങ്ങനെ പൊന്തിയിട്ട് ഒരൊറ്റ ചാട്ടാൻ ഇങ്ങനെ ആടും. ആ കോലത്തിലായിരുന്നു. അപ്പം ഹനിഫ അപ്പൊ ആ കോലും ബല അങ്ങനെ തന്നെയാണ് പോകുമ്പോൾ തന്നെ. പക്ഷെ വല്ലാഹി ഇന്നഹാ ലഹിയ, പക്ഷെ ഫയഖുൽന വല്ലാഹി ഇന്ന ലഹാ ലശഇനൻ, പക്ഷെ അതിനെന്തോ ഒരു പ്രത്യേകത വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞത് വഅജ്ഫാഉഹാ സാറത് വഖല്ലത് രജായിബ. ഇനി നസഖ്നാ ലഹു ഫിൽ മുഅ്ജിസാതി അജായിബ, സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. മുഅ്ജിസാത്തിന്റെ വിഷയത്തിൽ നാം ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അജായിബ, അജായിബുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അജായിബ് എന്താക്കും, പാടും. ബുർദ പാടുന്നുണ്ടല്ല, അതാ യസീറു ബിഹ, ഈ മുഅ്ജിസാത്താകുന്ന അജായിബുകളുമായിട്ട് സഞ്ചരിക്കുന്നു. ആര്? റുക്ബാനും, യാത്രാ സംഘം, ബൈനൽ ഖലായിക്ക്, പടപ്പുകളുടെ. അതെന്താന്നൊരു ഈ ഒട്ടകപ്പുറത്ത് കയറിച്ചാണല്ലോ പഴയകാലത്ത് പോക്ക്. ഒട്ടകത്തിന് നല്ല പാട്ട് കേട്ടാൽ ഇതിനെന്താക്കും, സ്പീഡ് കൂടും. അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ കാസറ്റും വെച്ച പാട്ടും പാടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് പോകും, ഓട്ടോച്ചക്കിന് സ്പീഡ് കൂടുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാ സ്പീഡ് കൂടുന്നുള്ളൂ? അല്ലെ, പാട്ട് പാടുമ്പോൾ സ്പീഡ് കൂടുന്ന ഒട്ടകത്തിന്, ഒട്ടകം ഒരു ഹൈവാനായതുകൊണ്ട് പാട്ട് കേട്ടാൽ എന്താകും, വെറുതെ പറഞ്ഞു. അതിന്റെ അപ്പുറം വെറുതെയില്ല. അതിന്റെ ഇപ്പൊ 165 ബരിയാന്ന് അങ്ങനെയാണ് ഇങ്ങനെയെന്നല്ലോ ഒരു പാടലുണ്ടല്ലോ. അത് വെച്ച് കെട്ടിയത് പാടാൻ എന്തിനു കൊസിയാന്ന് കഴിയും. മുസൽമാൻ ഉണ്ടാക്കിയ അതില്ല. വെച്ച് കെട്ടല്ല, വലിയ സീറ്റ് ജലാലിന് വെച്ച് കെട്ടിയിട്ട് മണിക്കൂറോളോളം പാടിയ തീരുന്നുവല്ലോ. തമിഴിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലും പാട്ടേ പാട്ടുന്നെ. അപ്പൊ യസീറുന്റെ ഫായിലാനേത് റുക്ബാനു, യാത്രാ സംഘം. അതായത് റുക്ബാനു അലൽ ഇബിലി തസഖീരി, വലിയ ഭാരം ചുമന്ന ഒട്ടകങ്ങൾ എന്താക്കും, സഞ്ചരിക്കുന്നത്. ബി ഖസായിദിൽ മുഅ്ജിസാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്ത് അടങ്ങിയ പാട്ടുകൾ, ബുർദ പോലത്തെ പാട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഒട്ടപ്പുറത്ത് ഇരുന്നിട്ട് പാടും. നമ്മ പാടാനുണ്ടല്ലോ, എനിക്ക് വെച്ചിട്ട് ബുർദ പാടുന്നുണ്ട്, മുളരിയ പാടുന്നുണ്ട്, അങ്ങനെ പലതും പാടിയിട്ടില്ലേ എന്നതുപോലെ. ഇനി وشلت يد الجاسوس إذ سلى خنجرا عليه فخاب الشخص قد وقع حنجرا وكم معجزات في سراحنا هجرا نوحا
شان صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. വശല്ലത്ത് യദുൽ ജാസൂസ്, ജാസൂസ് എന്നാൽ ചാരൻ, അതായത് രഹസ്യ വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ജാസൂസ്, അച്ചാരപ്പണി. ആ ചാരൻ്റെ കൈ കുഴഞ്ഞു പോയി എന്നാ പറയും. എപ്പോഴ് ഇത് സല്ല ഹഞ്ചറ, ഒരു കടാരി ഊരിപ്പിടിച്ച അവസരത്തിൽ, അലഹി തങ്ങളുടെ മേലിൽ, തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫഹാബ ശഖ്സു, ആ കടാരി എടുത്ത ശഖ്സ് ഉണ്ടല്ലോ, അയാൾ പരാജയപ്പെട്ടു, അയാൾ പണി നടന്നില്ല. കതുവാക്ക ഹുഞ്ചുറ, അയാളെ തൊണ്ട തന്നെ ഇടുക്കമായി പോയി, തൊണ്ട പരണ്ട് ഇടുക്കമായി പോയി. ആ ഹനാജിർ. അപ്പൊ ഇതേതാ സംഭവം എന്നാണ്, പല സംഭവങ്ങളുണ്ട് എന്നിട്ട് തങ്ങളെ കുത്താൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്ത ആളുകൾക്ക് വിജയിക്കാതെ പോയത്. പക്ഷെ ചില സ്ഥലത്ത് ശല്ലത്ത് ഒക്കുന്നില്ല, ഈ കുഴഞ്ഞു എന്നുള്ളത് നോക്കണ്ടേ, ചില സ്ഥലത്ത് കടാരി ഒക്കുന്നില്ല. ഉദാഹരണത്തിന് അബൂജഹല് ശത്രുക്കളൊക്കെ വിളിച്ചിട്ട് അടിച്ചു അവിടെ അസ്ദുൽ ഹറാമിൽ. എന്നിട്ട് വലിയൊരു കരിങ്കലിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞ്, മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം നിസ്കരിക്കുന്ന കണ്ടാൽ ഞാൻ ഇതിനെ കൊണ്ട് എറിഞ്ഞിട്ട് തല പൊട്ടിക്കും, അന്നാ നിങ്ങൾ നോക്കി നിൽക്കണേ. ഇവൻ കല്ലെടുത്തുകൊണ്ട് പോയി നോക്കുമ്പോൾ ഇവൻ്റെ കൈ കുഴഞ്ഞ് പിന്നെ കല്ല് ഇടാനും കഴിഞ്ഞില്ല. വേണോ അതാ. ഇനി വകം മുഅ്ജിസാത്തിൻ ഫിസ്സുറാഹീന ഹാജറ ബദദുൻ ഖാബ ശഖ്സ്വ. അപ്പോൾ ഒരു സംഭവമായില്ലേ എന്ന് നോക്കിയട്ടെ. ആളുണ്ട് റിയാദു സാലിഹിൻ എഴുതട്ടെ, ആദ്യൻ്റെ കൈ നോക്കുക, എന്താ ആ ടിന്നിൽ നേരെ താഴെ. ഇനിയും ഒന്നിട്ട് ഇനിയും കൈ കൊണ്ട് കാട്ടുമ്പോൾ ആദ്യം ചെയ്യാൻ നോക്കണ്ടേ, അതേമാതിരി പിന്നെ കുരുടനാകുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു സംഭവമാണ്. عن جابر رضي الله عنه أنه غزا مع النبي صلى الله عليه وسلم قبل نجد. നജ്ദിന്റെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു യുദ്ധത്തിന് പോയി. ആര്? ജാബിർ റളിയല്ലാഹു. ഫലമ്മ ഖഫല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങുന്നു. ഖഫല മഅഹും, അവരോടൊപ്പം ആരും മടങ്ങി? ജാബിറും മടങ്ങി. ഫാദറക്കത്തുൽ ഖായിലത്തു, ഉച്ചക്ക് ഒരു ഉറങ്ങലുണ്ടല്ലോ, ഒരു റെസ്റ്റ്. അതെത്തത് ഫീ വാദിൻ കസീരിൽ ഇലാഹി, മുള്ള് മരങ്ങൾ അധികമുള്ള ഒരു വാദിയിലാണ് ഉച്ചമ്പ സമയത്ത് ഉറങ്ങാനെത്തിയത്. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഇറങ്ങി. വതഫറഖ അന്നാസു യസ്തളില്ലൂന ബിശ്ശജർ, മരത്തിൻ്റെ തണലിൽ മറ്റുള്ള ആളുകളൊക്കെ എന്തായി പല വഴിക്കും കിട്ടുന്ന സ്ഥലത്തെല്ലാം പോയി. വനസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത്ത സമുറത്തിൽ, ഒരു സമുറ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള ഒരു മരം തന്നെ, വലിയ മരമായിരിക്കും. ആ മരത്തിൻ്റെ കീഴിൽ തങ്ങളതാക്കി ഫഅന്നക ബിഹാ സൈഫഹു, തങ്ങളെ വാള് അവിടെ കെട്ടിത്തൂക്കി. വനിംനാ നൗമത്തൻ, നമ്മളെല്ലാം നല്ലൊരു ഉറക്കുറങ്ങി. ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുണ്ട് നമ്മൾക്ക് വിളിക്കുന്നു. പോയി നോക്കുമ്പോൾ വൈദാൻ്റെ അറാബിയൻ, ഒരു അറാബിയ മനുഷ്യരുണ്ട് അവിടെ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദ ഇഖ്തറത അലയ്യ സൈഫി, ഇയാള് ഞാൻ കെട്ടിത്തൂക്കിയ വാളുണ്ടല്ലോ, ആ വാൾ ഊരിയെടുത്ത് വാനനായ്മ, ഞാൻ ഉറക്കിലായിരുന്നു. ഫസ്തൈഖൽതു, അപ്പം ഞാൻ ഞെട്ടി. വഹുവ ഫീ യദിഹി സൽതൻ, ആ വാള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഊരിപ്പിടിച്ചിട്ടുണ്ട്. ഖാല മൻ യംനഉകും മിന്നീ, എന്ന് ചോദിച്ചു. ആരാ? ഞാനിപ്പം നിങ്ങളെ കൊല്ലും, ആരാ രക്ഷപ്പെടുത്തുന്ന ആള്? ഫഖുൽതു, ഞാൻ പറഞ്ഞു അല്ലാഹ് എന്ന് സലാസൻ, 3 വട്ടം പറഞ്ഞു.
വലം യുആഖിബുഹു, അതെന്താക്കി അയാളങ്ങനെ ഭീഷണിപ്പെടുത്തിയതിന് തങ്ങളെ ശിക്ഷിച്ചിട്ടില്ല. വജലസ, അങ്ങനെ അവിടെ ഇരുന്ന്. അപ്പോഴേ കഷ്ടാളെ കൊണ്ട് മതിയാക്കി. വലം യുആഖിബുഹു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. വഫീ റിവായത്തിൻ കാല, ജാബിർ തങ്ങൾ പറഞ്ഞു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാത്തിൽ റിഖായ്. അതിനാ നേരത്തെ ഒരു യുദ്ധം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഇമാം നബവി തങ്ങളെന്ന് പറയുന്നത് ദാത്തുർ റിഖായ് യുദ്ധമായിരുന്നു എന്ന് ഈ രണ്ടാമത്തെ റിവായത്ത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. നബവി ഇമാം ആവർത്തിച്ചാലൊന്നുണ്ട്, ആദത്തിലില്ലാത്ത കുറെ ഫായിദകളുണ്ടാവും. അങ്ങനെ ഫൈദ അത്തൈന അലാ ഷജറത്തിൻ ലലീലത്തിൻ, തണലുള്ള മരങ്ങളെത്തുമ്പം തറക്കിനഹാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിട്ടുകൊടുത്തു, തണലുള്ള മരം തങ്ങൾക്ക് ആയിക്കോട്ടെ എന്ന്. അത് നേരത്തെ പറഞ്ഞിട്ടില്ല. ഫജാഅ റജുലുൻ മിനൽ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ അവിടെ വന്ന്, വസൈഫു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലഖും ബിശ്ശജറ, തങ്ങളുടെ വാട് മരത്തിൽ കെട്ടിയിട്ടുണ്ട്. ഫഖ്തറതഹു, ആ മുശ്രിക്കായ മനുഷ്യൻ അത് ഊരിയെടുത്തിട്ട് ഫഖാല, തങ്ങളോട് ചോദിച്ചു, തഖാഫുന, നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടോ? അല്ലേ? കാലല്ല, എന്ത് പേടി? പേടിയാ, എനിക്ക് പേടിയില്ലല്ലോ. കാല ഫമൻ യംനഉക മിന്നി, ഈ അവസരത്തിൽ ഞാൻ നിന്നെ കൊല്ലും. എന്നാ ആരാ രക്ഷപ്പെടുത്തുക? കാല അല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ മൂത്ത സഹത്തിലേക്ക് എത്തി. ഇനി വഫീ റിവായത്തി അബീ ബക്കർ ഇസ്മാഈലി ഫീ സഹീഹി, റിവായത്തിൽ പറഞ്ഞു കാല മൻ യംനഉക മിന്നി, കാല അല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അവിടെ അവസാനിപ്പിച്ച് മറ്റേത് അവിടെ കാല ഫസഖത സൈഫു മിൻ യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണുപോയി. അത് മൊത്ത സംഭവത്തിലില്ലല്ലോ. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാളിനെടുത്തു. ഫഖാല മൻ യംനഉക മിന്നി, ഞാൻ നിന്നെ കൊന്ന നിന്നെ ആര് രക്ഷപ്പെടുത്തും? ഫഖാല കുൻ ഖൈറ ആഖിർ, എന്നാ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഏറ്റവും ഖൈറായ ആൾ നിങ്ങൾ തന്നെയെന്ന് തങ്ങളോട്. ഫഖാല തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ് എന്ന് നീ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. കാലല്ല, അതില്ല. പിന്നെന്താക്കാൻ, ഞാൻ ഒരു കാര്യം ചെയ്യാം. വലാകിന്നി വആഹിദുക അല്ലാ ഉഖാതിലക, നിങ്ങളാണ് ഞാൻ ഖിതാലിന് ഒന്നും ചെയ്യാൻ തയ്യാറില്ല. വലാ അകൂനു മഅ ഖൗമിൻ യുഖാതിലൂനക, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഒരാളൊപ്പം ഞാൻ സഹകരിക്കുകയും ഇല്ല എന്ന് ഞാൻ എന്താക്കി കരാറ് തരാം. ഫഖല്ലാ സബീലഹു, പിന്നെന്താക്കി, നീ പോയിക്കൊന്നു പറഞ്ഞു. ഫാത്താ അസ്ഹാബഹു, അയാളെ കൂട്ടത്തിലേക്ക് പോയപ്പോൾ ഫഖാല ജീതുക്കും മിൻ ഖൈരി ഇന്ദി ഖൈരിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഖൈറായ ഒരാളെ വെക്കെന്നാണ് ഞാനിപ്പോൾ തിരിച്ചു വരുന്നത്. എന്തുകൊണ്ട്? എന്നെ കയ്യിൽ കെട്ടി എന്നെ കൊന്നിട്ടില്ല, എന്നെ മാപ്പ എന്നിട്ട് വിട്ടു, ഷഹാദത്ത് കൽമയും ചൊല്ലിയിട്ടില്ല, പക്ഷേ ഒരു കരാറാണ്. എന്നിട്ട് അത് കേട്ടിട്ട് കുറേ ആളുകൾ ഇസ്ലാമായി എന്നാ പറഞ്ഞു. അങ്ങനത്തെ ഒരാളുണ്ടോ? എന്നാൽ പിന്നെ അദ്ദേഹത്തിന് അപ്പം ഇതൊരു സംഭവം. വാളുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ നോക്കുമ്പോൾ ഒറ്റ വെക്കുന്നില്ല. ഏതായാലും ചതി പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് ഹായ് ബായി എന്ന് വെക്കാം. അത് വാളോ കടാരിയോ ആട്ടെ. ഇനി വാള് എന്നുള്ളത് ഖാസായ പേരാണ്, ഹഞ്ചർ എന്നുള്ള കടാരിയാണ്. ചുരുക്കത്തിൽ രണ്ടിനെയും കൂടി ആമാക്കുന്ന എന്താക്കുക, ഒരു മാരകായുധം എന്ന് പറഞ്ഞാൽ എന്താക്കുക, രണ്ടും കൂടെ ഒപ്പിക്കാം. ആ അതാ, അത് മറ്റേ അമർബിനും അല്ല, അതല്ല ഇത്. ആ പോയാട് സഹാബിയായില്ലല്ലോ, അതും അബൂ സുഫിയാൻ പറഞ്ഞയച്ച തന്നെ. ഇനി വകം മുഅ്ജിസാത്തിൻ ഫിസ്സുറാഹീന ഹാജറ, ഹിജ്റ പോകുന്ന അവസരത്തിൽ ആ യാത്രയിൽ എത്ര മുഅ്ജിസത്താണ് കാണപ്പെട്ടത്. ഉമ്മു മഅബദിന്റെ അവിടെ കയറിയിട്ട് വാല് ചോദിച്ച സംഭവം പറഞ്ഞില്ലേ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നുഹദ്ദിസു അന്നൽ മാഅ മിൻ കഫിഹി ജറാ ഇലാ അൻ കഫാ വൻ കഫ മൻ ഹുവ അത്ശാനു. നുഹദ്ദിസു, നമ്മൾ ഹദീസ് പറയാറുണ്ട്, അന്നൽ മാഅ, വെള്ളം, മിൻ കഫിഹി ജറാ, തങ്ങളെ കഫിൽ നിന്ന് ഒലിച്ചു എന്ന് നമ്മൾ ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇലാ അൻ കഫ, എല്ലാവർക്കും മതിയാകത്തക്ക രീതി. എന്നിട്ടോ വൻകത്ത, കുടിക്കല് മതിയാക്കി. അരിമൻ വാത്തുഷാനു, ദാഹിച്ച ആളുകൾ എന്താക്കി, ഇനി മതി, വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് കുടിക്കല് മതിയാക്കത്തക്ക രീതിയിൽ
ആ നായിക്ക് തോന്നി. അത് വളരെ പ്രസിദ്ധമാണല്ലോ, 405. അത് കുറേ സംഭവങ്ങളുണ്ട് അങ്ങനത്തെ. ഒരു ബാബ് എന്നെ കേട്ടിട്ടുണ്ട്. ഫീ ഫവറാനിൽ മായി മിൻ ബൈനി അസാബിഹി സഫറൻ വഹദറൻ. യാത്രാവേളയിലും അതുപോലെ യാത്രയില്ലാത്ത ഹദറിൻ്റെ സമയത്തും തങ്ങളെ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം ഒഴുകിയതിൻ്റെ വിശദീകരണങ്ങളാണ് പറയുന്നത്. കുറേ ഉണ്ട്, കുറേ സംഭവം ശരിയുണ്ട്. ഈ സംഭവം, ഈ ഒരു അത്ഭുതത്തിൽ ഏറ്റവും അത്ഭുതമാണ്. എന്തുകൊണ്ട്? പാറക്കല്ലിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരിക്കും മൂസ അലൈഹിസ്സലാമിന്. കാരണം പാറ എന്നുള്ളത് വെള്ളം ശേഖരിക്കുന്ന സാധനമാണല്ലോ. ഇത് കാല് കയ്യിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളത് അതാ. അന്നൽ ഹജറ സിൻഹും മിൻ അസ്നാഖിൽ മായി, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഉറവിടം, അതിൽപ്പെട്ടാണല്ലോ പാറ. മഷഹൂറും ഫിൽ മാലൂം, അതെല്ലാവർക്കും അറിയാം. അതേ അവസരത്തിൽ വംഫിജാറുൽ മായി മിനൽ ഹജർ ലൈസ ബിമുൻകർ, പാറക്കല്ലിൽ നിന്ന് വെള്ളം ഒഴുകി എന്ന് പറയുന്നത് പെട്ടെന്ന് നിഷേധിക്കൂല. വഹുവ ഖുറൂജുഹു വ തഫ്ജീറുഹു മിൻ ബൈൻ നസാബി മുഅ്ജിസുൻ ബദീർ, കയ്യിൻ്റെ ഇടയിൽ കൂടി വെള്ളം വന്നു എന്ന് പറയുന്നത് അത്യത്ഭുതകരമായ കാര്യമാണ്. അതാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളാണ് ഇബാദ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ബൈനാ നഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറിൻ, നമ്മൾ ഒരു സഫറിലായിരുന്നു തങ്ങളോടൊപ്പം. ഇത് ഹദറത്തി സ്വലാത്തു, നമസ്കാരത്തിൻ്റെ സമയമായി. വലൈസന മഅന ഇല്ലാ ശൈഉൻ യസീർ, കുറച്ച് വെള്ളമല്ലാതെ നമ്മുടെ കയ്യിലില്ല. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാഇൻ, തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഫസബ്ബഹു ഫീ സഹഫത്തിൻ, അത് ഒരു വട്ടത്തിലുള്ള തളികയിൽ, പാത്രത്തിൽ ഒഴിച്ചു. ഫജഅല കഫഹു ഫീഹി, തങ്ങളെ കപ്പിൽ അതിൽ വെച്ച്. ഫജഅലൽ മാഉ യതൻഫജറു മിൻ ബൈനി അസാബിഹി, തങ്ങളെ വിരലിൻ്റെ ഇടയിൽ കൂടി എന്തായുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. സുമ്മ നാദാ അലാ ഹലുമ്മ ഇലൽ വളൂ, ഒളോടുക്കാനുള്ള വെള്ളത്തിന് ആവശ്യമുള്ളവരെല്ലാവരും വരീന്ന് പറഞ്ഞു. വൽ ബറകത്തു മിനല്ലാഹ്, അള്ളാഹിന്റെ പക്കൽ നിന്ന് ബറക്കത്തുണ്ട്. ഫഅഖബലന്നാസ്, ജനങ്ങൾ മുന്നിട്ട് വന്ന് ഫതവല്ലഊ, അവർ ഒളു ഉണ്ടാക്കി. വജഅലത് ഉബാദിറുഹും ഇലൽ മായി ഉദ്ഖിലുഹു ബത്നി, ഞാനെന്താക്കിയെന്നറിയോ, അതിലെല്ലാവരേക്കാളും മുന്നേ ചാടി വന്നു. അതിനാണ് എനിക്ക് കുറച്ച് കുടിക്കണം അതിൽ നിന്ന്, തങ്ങളുടെ ബറക്കത്തുള്ള വെള്ളം എൻ്റെ വയറ്റിലാക്കാൻ വേണ്ടി. മറ്റുള്ളവരെ കൊടുക്കാൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ്. എന്താ ഈ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ബറകത്തു മിനല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ബറക്കത്ത് അല്ലാഹുവിനെ വെക്കുന്നുണ്ടെന്ന്. അതുപോലെ വെള്ളം, ആകാശവെള്ളത്തിന് പറഞ്ഞിട്ടില്ലേ, മാ മുബാറകൻ, ബറക്കത്താക്കപ്പെട്ട വെള്ളം. അപ്പം ഞാൻ കുടിക്കാനാണ് മുന്നേ എല്ലാവരേക്കാളും ചാടി വീണത്. അങ്ങനത്തെ സംഭവം അങ്ങനെ കുറേ ഉണ്ട്. ഒന്ന് പറഞ്ഞു, 2, 3, 4, 5, 6, 7 കുറേ ഉണ്ട്, 10, 15 ഉണ്ട്. പിന്നെ തസ്ബീഹ് കേട്ട വിഷയം പറയുന്നുണ്ട്. അതാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ തന്നെ മറ്റേത് റിവായത്ത്. فجعل يخرج الماء من بين أصابعه ثم قال حي على الطهور المبارك والبركة من الله فشربنا منه. ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്തുണ്ട്, ഹുദൈബിയയിൽ ലമ്മാ കാന യൗമുൽ ഹുദൈബിയ്യ അല്ലത്തി അത്തൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി ബിരിക്വത്തിൻ മിൻ മായി. ഹുദൈബിയതിൻ്റെ ഹുദൈബിയ സംഭവമൊന്നുമില്ല, തങ്ങളുടെ അടുക്കൽ ഒരു തോൽ പാത്രത്തിൽ കൊണ്ടുവരപ്പെട്ടു. എല്ലാവരും തിക്കി തിരക്കി ഓടി വരാൻ തുടങ്ങി, വെള്ളത്തിന് കുഴങ്ങിച്ച്. ഫഖുൽതു മാ മഅന്നാസി മാഉൻ ഇല്ലാ മാ ബൈന യദൈക, ഞാൻ പറഞ്ഞു തങ്ങളെ കീഴിലുള്ള വെള്ളമല്ലാത്ത വേറെ വെള്ളമില്ല നബിയേ എന്ന് പറഞ്ഞു. ഖാല ഫവളഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഫി ദിക്വ, ആ തോൽപാത്രത്തിൽ തങ്ങൾ കൈവച്ച് ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, തങ്ങളുടെ വിരലിൻ്റെ അടിയിലേക്ക് കൂടി വെള്ളം ഒഴുകുന്നു. കഅന്നഹുൽ ഉയൂൻ, അത് നദി, വെള്ളത്തിൻ്റെ ഉറവിടുണ്ടല്ലോ, അതിൽ നിന്ന് വരും പോലെ. ഫഅസാബന്നാസു മിനൽ മായി ഹാജതഹും,
വെള്ളത്തിനാൽ അവരുടെ ഹാജത്ത് മുഴുവനും അടവെച്ചിട്ട് പൂർത്തിയാക്കി. ഖാല ഖുൽതു ലഹു കം കുൻതും, നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? ഖാല ലൗ കുന്നാ മിയത അൽഫിൻ ലകഫാന, ലക്ഷമായിക്കോട്ടെ എന്നാലും മതിയാവുമെന്ന് ആദ്യം പറഞ്ഞു. എണ്ണം പറഞ്ഞില്ല. നബിയെ പറഞ്ഞു കുന്ന 15 1500 ആളുണ്ടായിരുന്നു എന്ന് എണ്ണം പറഞ്ഞു. ലക്ഷം ഉണ്ടായാലും നമുക്ക് കേസില്ല, പക്ഷെ 1500 ആളുണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ രണ്ടാമത്തെ ഹദീസ് ഉണ്ട്. അവിടെ അങ്ങനെ തന്നെ കുന്ന 15 15 100 എന്ന് പറഞ്ഞാൽ അത് ആരാന്ന്? ജാബിർ റളിയല്ലാഹു അൻഹു. അത് അത്തശൻ നാസു യൗമൽ ഹുദൈബിയ്യ. അപ്പൊ നേരത്തെ ഒളെടുക്കാനായിരുന്നു, ഇത് കുടിക്കാനാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തുണ്ട്. അത് കുറച്ച് നീണ്ടതാണ്. അബൂ ഖതാദ പറഞ്ഞു കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ ഫഖാല അമഅകും മാഉൻ, കൂടെ വെള്ളമുണ്ടോ എന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ ഖുൽതു നഅം മഈ മീളഅത്തുൻ ഫീഹാ ശൈഉം മിൻ മാഇൻ, എൻ്റെ അടുക്കൽ ഒളു ഉണ്ടാക്കുന്ന ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. ഫഖാല ഇതി ബിഹ, തങ്ങൾ പറഞ്ഞു അത് കൊണ്ടാകത്താതാണ്. ഫഅതൈതു ബിഹ, ഞാൻ ആ വെള്ളവുമായിട്ട് പോയി. ഫഖാല മസ്സു മിൻഹ ഫതവല്ലഅ വബഖിയ ഫിൽ മിളഅത്തി ജുർഅത്തുൻ, എന്താക്കി അതിൽ നിന്ന് തങ്ങളെന്താക്കി ഒളു ഉണ്ടാക്കിയിട്ട് ഒരു ജുർഅത്ത് ബാക്കിയുണ്ട്. ഫഖാല ഇസ്ദഹിർ ബിഹാ യാ അബൂ ഖതാദ, അബൂ ഖതാദ അത് സൂക്ഷിച്ച് വെക്കണം, അത് ബർച്ചക്കല്ല എന്ന് പറഞ്ഞു. കുടിക്കേണ്ട കുറച്ച് വെള്ളം ബാക്കിയുണ്ടല്ലോ. ഫഇന്നഹു സയകൂനു ലഹാ നബഉൻ, അതിന് ഒരു പ്രത്യേക ഒരു വിഷയം വരാൻ പോകുന്നുണ്ട്, അതവിടെ സൂക്ഷിച്ച് വെച്ചോ കളഞ്ഞു. ഖാല ഫലമ്മസ്തദ്ദൽ ലഹീറത്തു, ഉച്ച സമയങ്ങൾ കഠിനമായപ്പോൾ റഫഅലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു യാ റസൂലല്ലാഹ് ഹലക്നാ അത്ശൻ, ദാഹത്താൽ ഞങ്ങൾ മരിക്കാൻ അടുത്തു പോയി എന്ന് പറഞ്ഞു. തഖത്തഅത്തിൽ അനാഖ്, തൊണ്ടകളൊക്കെ മുറിയുന്നു. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹുൽക അലൈക്കും, നിങ്ങൾക്ക് ഹലാക്ക് സംഭവിക്കൂല. സുമ്മ ഖാല യാ അബാ ഖതാദ ഇതി ബിൽ മീളഅ, നീ നേരത്തെ കൊണ്ടുവന്ന ഉളുവിന്റെ പാത്രം ഇല്ലേ, കുറച്ച് വെള്ളമില്ലേ, അതിന് കൊണ്ടുപോകാം, ഇതാണ് ശേഷം ഇനി ഒരാവശ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഫഅതൈതുഹു ബിഹാ, ഞാൻ അതുകൊണ്ട് പോയി. ഫഖാല ഉഹ്ലുൽ ലീ ഖമരി, എന്നുവെച്ചാലോ അതിൻ്റെ കെട്ടുണ്ടല്ലോ, അത് കഴിച്ചിട്ട് ഫഅതൈതുഹു ബിഹി ഫജഅല യസുബ്ബു ഫീഹി വയസ്കിൻ നാസ്, അതിൽ എന്താക്കി തങ്ങൾ ഇങ്ങനെ കുടിപ്പിക്കാൻ തുടങ്ങി. ഫസ്ദഹമൻ നാസു അലൈഹി, ജനങ്ങൾ തിക്കി തിരക്കി അവിടെ തടിച്ചുകൂടി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹൻ നാസു ഹസ്നുൽ മലഅ ഫകുല്ലുകും സയസ്തുറു അൻ ദയ്യൻ, നിങ്ങൾ തിക്കും തിരക്കൊന്നും ഉണ്ടാക്കണ്ട, ആ കൂട്ടാടെ നല്ല നിലക്ക് നിൽക്ക്, നിങ്ങൾക്ക് ആർക്കും വെള്ളം കിട്ടാതെ പോകൂല, എല്ലാവരുടെയും ദാഹം തീരും. അങ്ങനെ ഫശരിബൽ ഖൗമു ഹത്താ ലം യബ്ക ഗൈരി വഗൈറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനുണ്ട്, തങ്ങളും കുടിക്കാൻ ബാക്കിയുണ്ട്, ഞാനും ബാക്കിയുണ്ട്. ഫസബ്ബലി, എനിക്ക് ഒഴിച്ചു തന്നു. വഖാല ഇശ്റബ് യാ അബാ ഖതാദ, കുടിയുന്നു. ഖുൽതു ഇശ്റബ് അന്ത യാ റസൂലല്ലാഹ്, തങ്ങൾ കുടിക്കുന്നത് ഞാൻ കുടിക്കാം. ഖാല ഇന്ന സാഖിയൽ ഖൗമി ആഖിറഹും ശുർബ, ഖൗമിന് കുടിപ്പിക്കുന്ന ആള് അവസാനമാണ് കുടിക്കേണ്ടത്, ഞാൻ പിന്നെ കുടിക്കുന്നു, നീ ആദ്യം കുടിക്കുന്നു. അങ്ങനെ ഫശരിബത്തു സുമ്മ ശരിബ ബഅദി, ഞാൻ കുടിച്ച് എനിക്ക് ശേഷം എന്തായി, തങ്ങളും കുടിച്ചു. വബഖിയ ഫിൽ മിളഅത്തി നഹു മിമ്മാ കാന ഫിഹാ, ആ കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ചുണ്ടായി എന്ന് പറഞ്ഞല്ലോ, അതിനാക്കാണ് ഉപരി ആ തോൽപാത്രത്തിൽ ബാക്കിയുമുണ്ട്. എത്ര അബഹും യൗമദി സലാസമിയ, 300 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അബൂ ഖതാദ റിവായത്ത്. ഇബ്രാഹിമുൽ ഹജ്ജാജ് വൽ ഖൗമു യൗമദി 700 എന്നും റിവായത്തുണ്ട്. 700 ആയിരുന്നു എന്ന് ആരുടെ റിവായത്ത്? ഇബ്രാഹിം ഇബ്നു ഹജ്ജാജിന്റെ റിവായത്തിൽ കുറേ ഉണ്ട്. എല്ലാം വലിയ വിജയല്ലോ. അങ്ങനെ ഓരോ മൗജിസാത്ത്. ഹദീസ് അന്നൽ മാഅ മിൻ കഫിഹി ജറാ ഇലാ അൻ കഫാ വൻകഫ മൻ ഹുവ അത്ശാനൂൻ. ഇനി വജുംലതുഹു നൂറുൻ യുളീഉ അലൽ വറാ യഫൂഖു സിറാജൻ ഫീ സുജാജിൻ തനവ്വറാ കമാ ഖദ് റആ കുല്ലൻ ഇലൽ ഹശ്രി മിൻ വറാ يربي حديثا أنه كان من وراء
يرى كل من يدنو ويعلم إنبان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وجملته തങ്ങളുടെ ആകെ ഒട്ടാകെ നൂറാണ് യുളീഉ അത് പ്രകാശിക്കും അലൽ വറ പടപ്പളമൻ ഈ വറ എന്താന്ന് പടപ്പുകൾ വറ സൃഷ്ടികൾ ആ നൂറിനെ പറ്റി പറഞ്ഞു യഫൂഖു സിറാജൻ ഫീ സുജാജിൻ തനവ്വറ പ്രകാശിക്കുന്ന നല്ല ഒരു പളങ്ങ് കുപ്പിൻ്റെ ഉള്ളിൽ സിറാജ് വെച്ചാൽ എന്താ ഇങ്ങനെ ശോഭിക്കില്ലേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള നൂറായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത് കമാ ഖദ് റആ കുല്ലൻ ഇലൽ ഹശ്രി മഹ്ശറ വരെയുള്ള മുഴുവൻ ആളുകളെയും തങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല കാണിച്ചു കൊടുത്തത് ഉമ്മത്തിനെ പറ്റി മിൻ വറാ ആയതാൻ ജനങ്ങളാൽ മഹ്ശറ വരെയുള്ള എല്ലാവരെയും കണ്ടതുപോലെ നുറവ്വ ഹദീസിൽ നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ടു അന്നഹു കാന മിൻ വറാ അത് വറാഇന്റെ മാനാക്കാണ് പിറകിൽ നിന്ന് യറാ പിറകിൽ നിന്ന് കാണും. ഈ പിറകെ എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥം കൊടുക്കുന്നു. ഒന്ന് വരാനുള്ള ആളുകൾ ഇപ്പം ഹാജരില്ലാത്ത വരാൻ പോകുന്ന ആള് പിറകെന്ന് പറയാലോ, അല്ലെങ്കിൽ തങ്ങളെ ബേക്കിൽ സ്റ്റഫ് കെട്ടിയ ആളുകൾ രണ്ടർത്ഥമുണ്ട്. അതെ കുല്ലമയ്യതിനു വയാലമു ഇംബാനു അടുക്കുന്നവരെയും മറിയും യറാ കുല്ലമയ്യതിനു അടുക്കുന്നവരെ കാണും വയാലമു ഇംബാനു അടുത്തിട്ടില്ലാത്ത അകന്ന ആളുകളാണെങ്കിൽ തങ്ങൾ അറിയുകയും ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് എന്താക്കി യറാന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് യഅലമു എന്നും പറഞ്ഞു. അതുണ്ട് നമുക്ക് കുറേ ഓതിയുണ്ട്, പിന്നെ അത് വായിക്കണമെന്നില്ലല്ലോ. مدفونة أحيا تفسخ حجمها وموءودة نادى فكلم رسمها وفي ليلة الميلاد قد ضاء نجمها نار الشهبا يبدو لي شياطين رجموها ومن قبله ما كان يرجم شيطان صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. എന്താ പറഞ്ഞു വരുന്നത്? മദ്ഫൂനത്തൻ അഹിയ തഫസ്സഹ ഹജ്മുഹ മരിച്ച് മദ്ഫൂനത്തായി എന്നിട്ടോ അതിനെ ഹയാത്താക്കി. എങ്ങനത്തെ മദ്ഫൂനത്താണ്? തഫസ്സഹ ഹജ്മുഹ അതിൻ്റെ ശരീരം എല്ലാം എന്താക്കി വിനിപ്പിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ മദ്ഫൂനത്തായതിനെ ഹയാത്താക്കി. മൗഊദത്തൻ മണ്ണിൽ കുഴിച്ചിടപ്പെട്ട ജീവനോടെ കുഴിച്ചിടുന്ന മൗഊദത്തുണ്ടല്ലോ, അതിനെ നാദ അതിനെ വിളിച്ച് പക്കല്ലം റസ്മുഹ അതിൻ്റെ ആസാറുകൾ തങ്ങളോട് സംസാരിച്ചു. ഇതിൻ്റെ കിസ്സ പരിധി തേടിയും കിട്ടിയിട്ടില്ല, ഇല്ല എന്ന് നമുക്ക് പറയൂല. കാരണം 100 കിതാബുകൾ എത്രയോ പറയുണ്ടല്ലോ. നമ്മൾ കണ്ടതിൻ്റെ അപ്പുറം കിതാബുണ്ടല്ലോ, കണ്ട ആളുകളുണ്ടല്ലോ, കാഹിനി കാണാത്ത ആളല്ലല്ലോ. അപ്പം നമ്മളെ കുഴപ്പം സമ്മതിക്കാം. ആ കിസ്സ പരിധി തേടിയും കിട്ടിയിട്ടില്ല. അപ്പം തൽക്കാലം അങ്ങനെ കിട്ടി നോക്കണം. ഇനി ദലാലു നുബുവത്തോ അങ്ങനെ എത്ര കിതാബ് ബഹജത്തുൽ മഹാഫിൽ എന്ന് പറഞ്ഞ കിതാബുണ്ട്, 700 പേജുണ്ട്. അത്ഭുതകരമായ ഷമായിലുകളും മജിദാത്താണ് അതിൽ വ്യാഖ്യാനിക്കുന്നത്. അത് ഉസ്താദിനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നവാസ് ഉസ്താദിനോട്. അതുകൊണ്ട് ഈ അയ്പാടി കയറ്റാൻ 700 പേജുണ്ട്, അതിലുണ്ടാകാം. അങ്ങനെ താരീഖുൽ ഖമീസ് വേറെ ഉണ്ട്, അത് നമ്മുടെ ഇവിടെ ഇല്ല. അപ്പോൾ മൗഊദത്തിനെയും മദ്ഫൂനത്തിനെയും വിളിച്ചിട്ട് സംസാരിച്ചു എന്നുള്ള കിസ്സ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തൽക്കാലം പറയാൻ കഴിയൂല. ഇനി വഫീ ലൈലത്തിൽ മീലാദി ജനനത്തിൻ്റെ രാത്രിയിലെ ഖദലാ നജ്മുഹ അന്നുള്ള നക്ഷത്രം പ്രകാശിച്ചു എന്നാ പറയുന്നത്. അതിനർത്ഥം എന്താ? പഴയ കാലത്ത് തൗറാത്തിലും ഇഞ്ചീലിലുണ്ട് ഇന്ന നക്ഷത്രം ഉദിക്കുന്നത് അന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന് കിസ്സകൾ ഒരുപാടുണ്ട്. എന്താ പറഞ്ഞത്?
വഖദ് അഖ്ബറത്തിൽ അഹ്ബാറു വറുഹ്ബാനു ബിലൈലത്തി വിലാദത്തിഹി, തങ്ങളുടെ ജനനത്തിൻ്റെ രാത്രിയെ കുറിച്ചിട്ട് അഹ്ബാരിയങ്ങളും റുഹ്ബാനിയങ്ങളും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വാർത്ത. വൻ ഹസ്സാൻ ഇബ്നു സാബിത്തിൻ റളിയല്ലാഹു അൻഹു, തങ്ങളുടെ വലിയ കവിയാണല്ലോ ഹസ്സാൻ, അവർ പറയുന്നു ഇന്നി ലഗുലാമുൻ യഫിഉൻ ഐ ഗുലാമുൻ മുർതഫിൻ ഇബ്നു സബഇൻ ഔ സമാനിൻ, എനിക്ക് 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ആഖിലു മാ റഅയ്തു വസമിയതു, ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ആ പ്രായത്തിൽ. ഇതാ വസമിയത്ത് ഇതാ യഹൂദിയും യസ്രിബ യസ്റഖു ദാത ഗദാത്തിൻ, ഒരു രാവിലെ അതിരാവിലെ ഒരു യഹൂദിയായ മനുഷ്യൻ, യസ്രിബ് എന്ന മദീനൻ്റെ പഴയ പേര്, അതിൽ വെച്ച് അട്ടഹാസിച്ച് ഉച്ചത്തിൽ പറയുന്നു അലാ അതമത്തിൻ, അതമ എന്ന് പറഞ്ഞത് മഹല്ലി മുർത്തഫി, ഒരു കുന്നിൻ്റെ മേലെ, യാ മാശറ യഹൂദ് എന്നിങ്ങനെ വിളിച്ചു, യാ മാശറ യഹൂദ്, യഹൂദികളെ. ഫജ്തമഉ ഇലൈഹി, അവരെല്ലാവരും അവിടെ വളഞ്ഞുകൂടി. വാന അസ്മാവ്, ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. വഖാലു, ജനങ്ങൾ ചോദിക്കുന്നു വൈലക്ക മാലക്ക, എന്തിനാ വിളിച്ച, എന്താ ഇവിടെ പറ്റിപ്പോയത്, എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും പറ്റിയോ? കാല, അയാൾ പറയും തല നജ്മു അഹമ്മദ്, അഹമ്മദിന്റെ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു എന്നാണ് വിളിച്ചു പറഞ്ഞത്. എന്നുവെച്ചാലോ അല്ലദീ വലിദ ബിഹി ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയാണ് ആ നക്ഷത്രം കാണപ്പെടുന്നത്. അപ്പോൾ ഈ രാത്രി ആയിരിക്കണം ആര്, തങ്ങൾ ജനിക്കേണ്ടത്. അല്ലദീ തുലൂഉഹു അലാമത്തുൻ അലാ വിലാദത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ജന്മത്തിൻ്റെ മേലെയുള്ള അലാമത്താണ് ഇത്, ഈ നക്ഷത്രം. ഫീ തിൽക്കൽ ലൈല, അതേ രാത്രിയിൽ. അതവിടെ ഫീ ബഅദിൽ കുതുബിൽ ഖദീമ, പഴയ കിതാബുകളുണ്ടല്ലോ അതിൽപ്പെട്ട കിതാബിൽ പറഞ്ഞതാണത്. വാൻ കഅബിൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു ഫി തൗറാത്തി, തൗറാത്തിൽ കണ്ടിട്ടുണ്ട്, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അഖ്ബറ മൂസ അലൈഹിസ്സലാമിനോട് വഹി അറിയിച്ചത് അൻ വഖത്തി ഖുറൂജ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ഖുറൂജ്. എന്താ ഈ ഖുറൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നിക്കലേ നബിയായി രംഗത്ത് വരിക, അപ്പം വഹി കിട്ടിയിട്ട് അല്ല ജനനമാണോ, അതിന് മുമ്പ് വ്യാഖ്യാനം കൊടുക്കുന്ന മിംബാത്തിൽ ഉമ്മിഹി, അപ്പോൾ ഏതാണ് പ്രസവമാണ് എന്ന് മനസ്സിലായി. വ മൂസ അലൈഹിസ്സലാം ഖൗമിനോട് അറിയിച്ചു അന്നൽ കൗകബ അൽ മഅറൂഫ് ഇൻദകും ഇസ്മുഹു കദാ വ കദാ, നിങ്ങളുടെ അടുക്കൽ ഇന്ന പേര് കൊണ്ട് അറിയപ്പെടുന്ന ഒരു കൗക്കബുണ്ടല്ലോ, ഇതാ തഹറക വസാറ അൻ മൗലിഹി, അതിങ്ങനെ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ വരുമല്ലോ, അതിൻ്റെ മൗലിയിൽ നിന്ന് തെറ്റിയാൽ എന്താ ഫഹുവ വഖ്തു ഖുറൂജ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നക്ഷത്രങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കൂലേ, സഞ്ചരിക്കുമ്പോൾ ഒരു പോയിന്റിൽ ഇങ്ങനെ തെറ്റി വരേന്, ഇന്ന പോയിന്റിൽ നിന്ന് ഇന്നതിലേക്ക് കടന്നാൽ. അതിനാണല്ലോ ഞാറ്റുവേല എന്ന് പറയുന്നില്ല, ഞാറ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, വേല എന്ന് പറഞ്ഞാൽ സഞ്ചാരത്തിൽ ഒരു ബുർജിൽ നിന്ന് മറ്റേ ബുർജിലേക്ക് കടക്കലാണ്. ബുർജും തമ്മിൽ വേറെ അലാമത്തും വേറെ എന്തില്ല, മറകളൊന്നുമില്ല, അത് പരക്കെ കിടക്കുകയാണ്. ഈ ക്ലോക്കിൽ വര കൊടുത്തിട്ടുണ്ടെന്നില്ലേ, എന്നതും ഒരു 12 വരെയാണ്. അപ്പം ഈ ബുർജിനെന്താക്കി 12 ഓഹരി വെച്ചിട്ട് ഓരോഹരിയിൽ നിന്ന് മറ്റോഹരിയിലേക്ക് സൂര്യൻ കിടക്കുമ്പോൾ അതിന് പേരാ ഞാറ്റുവേല എന്ന് പറയുന്നത്. അത് ഞാറ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, വേല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഞ്ചാരം, ഞാറ്റുവേല. എന്നതുപോലെ ഈ പറയപ്പെട്ട നക്ഷത്രം ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റിലേക്ക് തെറ്റുന്ന അന്നത്തെ രാത്രിയായിരിക്കും തങ്ങളുടെ ജനനം എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. വഹുവ ഖുറൂജു വഖത്തി വഖത്തു ഖുറൂജി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസാറ ദാലിക മിമ്മ യതവാറസഹുൽ ഉലമാ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽപ്പെട്ട ഉലമാ ഇതിങ്ങനെ കൈമാറ്റം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങളിൽപ്പെട്ടതാണ്. അതാണ് നജ്മു അഹമ്മദ് എന്നതിൻ്റെ പേര്. അതിൻ്റെ കൂടി പറഞ്ഞു ഫീ ലൈലത്തിൻ മീലാദി ഖദില്ലാ നജ്മുഹ നറ ശുഹബ യബ്ദു ലിശയാത്തീൻ റജ്മുഹ, നമ്മൾ ശുഹബിനെ കാണാം. ശുഹബ് ഏതാണ്? ചങ്കോലി. ഷിഹാബിൻ്റെ ജമ്മാണ്, കിതാബിൻ്റെ ജമ്മ്, കുതുബ് എന്ന് പറയും പോലെ ഷിഹാബ് ജമ്മെന്താക്കും, ശുഹബ് എന്ന് പറയും. അതിൻ്റെ ദജ്മ് ആരെറിയുന്നത്? ശൈത്താന്മാർ എറിയുന്നത് കാണാൻ കഴിഞ്ഞു. വമിൻ ഖബലിഹി, അതിൻ്റെ മുമ്പ് മാക്കാന യുർജമു ശൈത്താന്, ശൈത്താന്മാർ എറിയപ്പെടാറുണ്ടായിട്ടില്ല.
അവരെന്താക്കും കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. പോയിട്ട് മലായിക്കത്തിൻ്റെ സംഭാഷണങ്ങൾ കേട്ടിട്ട് ഇവർ ആരാധിക്കുന്ന കുഹാനികളുണ്ടോ ഇവിടെ, ആ കുഹാനിങ്ങൾക്ക് വിവരം കൊടുക്കും. അവരെന്താക്കും, ജനങ്ങളോട് പറയും. അപ്പോൾ ഇവർ ഗൈബ് അറിയുന്ന ആളായിക്കൊണ്ട് നടിക്കും. അപ്പം തങ്ങളോട് കൂടി എന്തായി, കഹാനത്ത് ഇന്നില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം വലിയ താവ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടല്ലോ അവരുടെ ചരിത്രം. നമ്മൾ ഇതിനകത്ത് മന്നജിൽ ഓദിക്കുന്നത് അക്കാലത്ത് ഉണ്ടായിരുന്നു. പഴയ വേദമെല്ലാം പഠിച്ചിട്ട് ഉമർ ഖാൻ്റെ കാലത്താണ് ഇസ്ലാമിലേക്ക് വന്നത്. അതതിൻ്റെ കാര്യം വേണ്ടതാ. വനിബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്നശ്ശയാത്തീന കാനൂ ലാ യുഹജ്ജബൂന അനിസ്സമാവാത്ത്. ആകാശങ്ങളെ തൊട്ട് തടയപ്പെടൂല ശൈത്താന്മാർ ഇതക്കാലത്ത്. വക്കാനു യദ്ഖുലൂനഹ, ആകാശലോകത്തവർ പ്രവേശിക്കും. വയഅ്തൂന ബി അഖ്ബാരിഹ, അവിടെ നടക്കുന്ന വാർത്തകൾ കൊണ്ടുവരും. മിമ്മാ സയഖഉ ഫിൽ അർളി, ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല കേട്ടോ. ഫയുൽഖൂനഹ അലൽ കഹന, കാഹിന്യങ്ങളെ മേലിട്ട് കൊടുക്കും. എന്നിട്ടോ കാഹിന്യങ്ങൾ എന്താക്കും, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഫലമ്മ വുലിദ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചപ്പോൾ ഹുജിബു അൻ സലാത്തി സമാവാത്തി, 3 ആകാശങ്ങളെ തൊട്ട് തടഞ്ഞു. വഹബിൻ അൻ അർബൈ സമാവാത്തി, വഹബ് റളിയല്ലാഹുവിന്റെ റിവായത്ത് പ്രകാരം 4 ആകാശം തടഞ്ഞു എന്നാണ്. വലമ്മ വലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഹുജിബു അനിൽ കുൽ, എല്ലാത്തിനത്തോണ്ട് തടയപ്പെട്ടു. വഹുരിസത്തി സമാഉ ബിസ്സുഹബി സവാഖ്, തുളച്ചു കയറുന്ന ഷുഹബുണ്ടല്ലോ, ആ ഷുഹബ് കൊണ്ട് ആകാശത്തിന് അല്ലാഹു തആല കാബലൊരുക്കിയിട്ടുണ്ട്. ഫമാ യുരീദു അഹദും മിൻഹും ഇസ്തിറാക സംഇ, ഇനി സംസാരം കട്ടുകേൾക്കാൻ വേണ്ടി ആരുദ്ദേശിച്ചാലും ഇല്ലാ റുമിയ ബി ഷിഹാബിൻ, ഷിഹാബ് കൊണ്ട് എന്താക്കും, എറിയപ്പെടും. മങ്കൂസിലില്ലേ റുമിയത്ത് ഷയാത്തീനു ബിസ്സുഹബി സവാഖിബ്. വസ്ദാദ ദാലിക അൻദൽ ബഅസ്, തങ്ങളെന്താക്കി റസൂലാക്ക് നിയമിച്ചപ്പോൾ അതിന് കടുപ്പം കൂട്ടി കേട്ടാ. അതാണ് പറഞ്ഞത് വമിൻ ഖബലിഹി മാ കാന യുർജമു ശൈത്താനോ എന്ന് പറഞ്ഞത്. അപ്പം എല്ലാം ഒപ്പം റിവായത്ത് എടുത്ത് വെക്കുന്നത്. സമയം കഴിപ്പോയാ, ഇത് കുറേ നീണ്ട കിസ്സയില്ലേ അല്ലേ, ഇനി തീരൂല. അതാ 2 പിന്നെ ആൾ നിർത്തിയിട്ട് കുറച്ച് ലേശം ചെല്ലിയിട്ട് വരക്കാം. നളീമം വനശറൻ ലുഅ്ലുഅൻ ഹുവ ശാഹിദു ബിബസമിൻ വനതഖിൻ വഹുവ സാഹിം വസാഹിറു ബികുല്ലി മഖാമിൻ അജ്സുനാ അൻഹു ളാഹിറു നനാമു വനഗ്ഫു വൽ-ലൈലി സാഹിറു وإن هادعت عيناه فالقلب يقظان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية مغيث الورى قبل الردى مدرك لهم ومفن العدا دون الفدا مهلك لهم ومن قبلنا كالمصطفى لم يكن لهم نسود بمن ساد النبيين كلهم وأعلى له دينا على الخلق ديان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وهي المهيا زاده أن تبسما بهاء لأن البدر منه تقسما نبي هوى كل المعالي وقسما نجي ولكن فوق 7 من السماء لقد خصه بالحب والقرب رحمن صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية لقد سال من كف النبي بلاله فأروى 80,000 شخص زلاله وللخلد أهل الود هاد جماله نظير منير الوجه بعد جلاله عليه من العز الإلهي تيجان
صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فما أحد في فضله في مثاله ولا لغو في قلب ولا في لسانه إذا الشمس تشفي الرأس سلخا لشانه نحف به يوم الحساب لشانه فسمى له شأن إذا عظم الشان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين നമുക്ക് തീരുവെന്ന് വിചാരിച്ചത്